യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സത് എന്ന് വെച്ചാൽ ഉള്ളത്, എക്സിസ്റ്റൻസ്. ദർശനം എന്ന് വെച്ചാൽ സാധാരണ കാണുക എന്നർത്ഥം. ഇവിടെ ആത്മവിദ്യയായതുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ യോജിക്കില്ല. ദർശന പദത്തിന് രമണ ഭഗവാൻ തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഉപദേശസാരത്തിൽ. ആത്മസംസ്ഥിതി സ്വാത്മദർശനം, ആത്മനിർദ്വയാത് ആത്മനിഷ്ഠത. താനായിരിക്കലാണ് ആത്മദർശനം. താനായി ഇരുത്തലേ തന്നെ അറിതലാം. താനായി ഇരിക്കലാണ് ആത്മദർശനം. ഈ സദ്ദർശനത്തില് പന്ത്രണ്ടാമത്തെ ശ്ലോകം, 13ാമത്തെ ശ്ലോകം അതതിന്റെ എസെൻസാണ്. കഴിഞ്ഞ പ്രാവശ്യം 14ാമത്തെ ശ്ലോകം വരെ കണ്ടു. ആദ്യത്തെ 2 ശ്ലോകം മംഗളാചരണം. അങ്ങനെ ഒഴിച്ചു നിർത്തിയാൽ 11 ശ്ലോകം എന്ന് കണക്കാക്കാം, അല്ലെങ്കിൽ 12 ശ്ലോകം എന്ന് കണക്കാക്കാം. ആദ്യത്തെ 2 ശ്ലോകം, ആദ്യത്തെ ശ്ലോകം കൊണ്ട് സത്പ്രത്യയാഃ കിംനു വിഹായസന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യഃ കഥം സ്മരാമഃ തമമേയമേകം തസ്യ സ്മൃതിഃ തത്ര ദൃഢൈവ നിഷ്ഠ. കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്ലോകങ്ങളൊക്കെ അടിച്ചു കൊടുത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളവരുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. സത്പ്രത്യയാഃ കിംനു വിഹായ സന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യഃ കഥം സ്മരാമഃ തമമേയമേകം തസ്യ സ്മൃതിഃ തത്ര ദൃഢൈവ നിഷ്ഠ. എല്ലാവർക്കും സത്പ്രതീതി ഉണ്ടെന്നാണ്. സത്പ്രതീതി എന്ന് വെച്ചാൽ സദ് അനുഭവം. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. പ്രപഞ്ചമുണ്ട്, ഞാനുണ്ട് എന്ന് എല്ലാത്തിലും ഉണ്മ അനുഭവപ്പെടുന്നു. അപ്പൊ നാസ്തികൻ എന്ന് പറഞ്ഞ ആരും തന്നെ ഇല്ല. എല്ലാവരും ആസ്തികന്മാരാണ്. എല്ലാവരും ഉണ്ട്, അസ്ഥി എന്ന് പറയുന്നവനാണ്. പക്ഷെ ആ അസ്തിത്വത്തിന്റെ ഉറവിടം എവിടെ? ഹൃദി ഏഷഃ ചിന്താരഹിതോ ഹൃദാഖ്യഃ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഏഷഃ എന്ന് വെച്ചാൽ ഇവിടെ പുല്ലിംഗ ശബ്ദം ആത്മാ എന്നർത്ഥം. ഈ ആത്മാ അഥവാ ഭഗവാൻ അഥവാ ബ്രഹ്മം അഥവാ അസ്തിത്വം അഥവാ നമ്മളുടെ ഒക്കെ തന്നെ ജീവിതത്തിന്റെ അധിഷ്ഠാനം, പൂർണ്ണതയുടെ സീക്രട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ട്. ഹൃദയത്തിൽ ഉണ്ട് എന്ന് വെച്ചാൽ ഹൃദയത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ഭാവന ചെയ്യാനായിട്ട് ഒരു താമരയിൽ ഇരിക്കുന്നതായിട്ടും ശിവനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ അനേക വിധത്തിൽ നമ്മൾ ചിത്രീകരിച്ച് കണ്ടിട്ടുണ്ടാവും. ഭഗവാൻ ഇവിടെ പറയുന്നു ചിന്താരഹിത എന്നാണ്. അവന്റെ സ്വരൂപം ചിന്താരാഹിത്യമാണ്. ചിത്തവൃത്തികൾ ഇല്ലാത്ത സ്ഥിതിയാണ്. സത്സംഗത്തിന്റെ തന്നെ ലക്ഷ്യം അതാണ്. സത്സംഗം എന്തെങ്കിലും അറിയാനായിട്ടല്ല, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ടല്ല. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പൊ സത്സംഗത്തിന്റെ പ്രയോജനം നിശ്ചലതത്വമാണ്. നിശ്ചലതത്വം എങ്ങനെ വരും? നിശ്ചലതത്വം എന്ന് വെച്ചാൽ ഒരു ചലനവും ഇല്ലാത്ത സ്ഥിതി. ചലനമൊക്കെ എവിടെ ഉണ്ടാവണോ? അകമയാണ്. 2 സന്യാസിമാരുടെ കഥ പറയും. ഒരു ആശ്രമത്തിൽ 2 സന്യാസിമാര് തമ്മില് വാഗ്വാദം ഉണ്ടായി. എത്രയും എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ ആശ്രമത്തിന്റെ മേലെ ഒരു കാഷായ കൊടി പറക്കണുണ്ട്.
ഒരു സന്യാസി പറഞ്ഞു, കൊടി ചലിക്കുന്നു. അപ്പൊ മറ്റൊരു സന്യാസി പറഞ്ഞു, പോടോ, തനിക്ക് ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ് കൊടി ചലിക്കണമെന്ന് പറയണത്. കൊടിയല്ല ചലിക്കണത്, കാറ്റാണ് ചലിക്കണത്. കാറ്റ് ചലിക്കുന്നത് കൊണ്ട് കൊടി ചലിക്കണതായിട്ട് തോന്നുന്നു. ഇങ്ങനെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഗുരു ആ വഴിക്ക് ഇവരുടെ സംവാദം കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞു തരട്ടെ, കൊടിയുമല്ല ചലിക്കണത്, കാറ്റുമല്ല ചലിക്കണത്, നിങ്ങളുടെ മനസ്സാണ് ചലിക്കണത്. നിങ്ങളുടെ ചിത്തമാണ് ചലിക്കണത് എന്നാണ്. അപ്പോ ചിത്തചലനത്തിന്റെ ഒടുക്കമാണ് നിശ്ചലതത്വം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞത്. നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പോ ആ നിശ്ചലതയെ നമ്മിൽ നമ്മൾ ഉണരുന്നുവോ അപ്പോ ജീവൻ മുക്തി എന്നാണ്. ശരീരത്തിലിരിക്കുമ്പോ തന്നെ മുക്തിയുടെ സുഖം, ബന്ധത്തിന്റെ നടുവിൽ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ സുഖം. ആ നിശ്ചലതത്വം എങ്ങനെ ഏർപ്പെടും? എത്ര സാധനകൾ ആളുകൾ ചെയ്യുന്നു, എന്തൊക്കെ ടെക്നിക്ക് മെത്തേഡൊക്കെ ഉണ്ട് ഈ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട്. അപ്പോ ഈ മനസ്സെങ്ങനെയൊക്കെ നിശ്ചലമായിട്ട് അങ്ങനെ നിന്ന് തരുമോ എന്ന് ചോദിച്ചാൽ, ഈ മനസ്സ് ചലിക്കാൻ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോ ഉത്തരം കിട്ടിയത് മോഹം എന്നാണ്. മോഹം കൊണ്ടാണ് മനസ്സ് ചലിക്കുന്നത്. മോഹം എന്താ? മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് തോന്നിയാൽ ഓടിക്കൊണ്ടേയിരിക്കും വെള്ളം കുടിക്കാനായിട്ട്. ഒരിക്കലും നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാനുണ്ടത്രേ, അതുകൊണ്ടാണ് അതിന് മൃഗതൃഷ്ണിക എന്ന് പേര്. മരുഭൂമിയിൽ മരുമരീചിക കണ്ടിട്ട്, മിറാഷ്, ദൂരത്ത് നദി ഓടുന്ന പോലെ കണ്ടിട്ട് ഈ മാൻ ജീവിതം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കും എന്നാണ് വെള്ളം കുടിക്കാനായിട്ട്. എന്നിട്ട് മരിച്ചും പോവും. അവിടെ വെള്ളമില്ല എന്ന് അറിയുന്നതാണ് ആ ഓട്ടം നിർത്താനുള്ള വഴി. അല്ലാതെ വെള്ളത്തിന് ഇല്ലാതാക്കാൻ പറ്റില്ല, ആ കാണുന്നത് ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ഭ്രമം ദൃശ്യം ചില പ്രകൃതി നിയമങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ അത് കണ്ടാലും അത് ഇല്ല, അത് ഉണ്ട് എന്നുള്ള ഭ്രമമാണ് മോഹം. അത് ഇല്ല എന്ന് അറിഞ്ഞാൽ പിന്നെ ആ വെള്ളം കുടിക്കാനൊന്നും ഓടില്ല, എത്ര ദാഹിച്ചാലും ഓടില്ല. അതാണ് നിർമോഹത്വം. അതേപോലെ പുറമേക്ക് കാണുന്ന ഈ വിഷയങ്ങൾ, അതിൽ സുഖമുണ്ടെന്നും അതിൽ പലതും ഇനിയും നേടിയെടുക്കാനുണ്ടെന്നും അല്ലെങ്കിൽ ലോകം നന്നാക്കാനുണ്ടെന്നും ലോകത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ടെന്നും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശാശ്വതമായിട്ട് ശരീരത്തിൽ വല്ലതും നേടിയെടുക്കാൻ പറ്റുമെന്നും ഒക്കെ ഉള്ള ഈ ഭ്രമം, ഇതിനാണ് മരുമരീചിക എന്ന്. ഈ ഭ്രമം നീങ്ങിക്കിട്ടിയാൽ നിർമോഹത്വം, മോഹം പോയാൽ നിശ്ചലതത്വം. ഈ ഭ്രമം അങ്ങനെയൊക്കെ ഇപ്പൊ നീങ്ങുമോ? ഈ ഭ്രമം എങ്ങനെ പോകും എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഭ്രമം കാണിക്കുന്ന വസ്തുവിനോട് സംഘം വയ്ക്കാതിരിക്കുക. എന്തൊക്കെ നമ്മളെ ഭ്രമിപ്പിക്കുന്നുവോ ആ വസ്തുക്കളൊന്നും വിട്ടുനിൽക്കുക എന്നാണ്. അതെങ്ങനെ സാധിക്കും? അതിന് ഉള്ള വസ്തുവിനോട് സംഘം വെക്കുക. റിവേഴ്സ് ഓർഡറിലാണ് ഇപ്പൊ ഞാൻ വന്നത്. ഉള്ള വസ്തുവിനോട് സംഘം വയ്ക്കുക, സത്സംഗം. സത്സംഗം ഉണ്ടെങ്കിലോ നിസ്സംഗം. ഇതിനോട് ഭ്രമിക്കുന്ന വസ്തുക്കളോട് നിസ്സംഗം. പിന്നെ സത്സംഗത്തിന്റെ ഫലമായിട്ട് സത്തിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ അസത്തായിട്ടുള്ള വസ്തുക്കൾ ഉണ്മയല്ല എന്നുള്ള ജ്ഞാനമുണ്ടാകും, മോഹം വിട്ടുപോകും. നിർമോഹത്വം. നിർമോഹത്വം ഉണ്ടായാൽ അതിന്റെ പരിണത ഫലമാണ് അകമയ്ക്ക് അങ്ങനെ നിശ്ചലമായ ഒരു സരസ് പോലെ, ചലനമില്ലാത്ത ഒരു തടാകം പോലെ അകമേ അന്തശീതളത, ഉള്ളു കുളിർന്നു നിൽക്കും. ഈ ചലിക്കുന്ന സങ്കല്പ വികൽപ്പാത്മകമായ ചിത്തം ചലനം കൂടാതെ അടങ്ങി ഹൃദയത്തില് അങ്ങനെ ശാന്തമായിട്ട് നിൽക്കും. ആ ശാന്തി തന്നെ സമാധി, ആ ശാന്തി തന്നെ നിശ്ചലത, ആ ശാന്തിയുടെ നിരന്തര അനുഭവം തന്നെ ജീവൻ മുക്തി. അതാണ് നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് പറയുന്നത്. ആ ശാന്തി നമുക്ക് സ്വായത്തമായിട്ടുള്ള ശാന്തി, നമ്മളുടെ സഹജ സ്വഭാവമായിട്ടുള്ള ശാന്തി. അതിന് ഭഗവാൻ ഗീതയിൽ ബ്രാഹ്മീ സ്ഥിതി എന്നൊക്കെ പേര് പറയുന്നു. ആ ബ്രാഹ്മീ സ്ഥിതി അഥവാ ശാന്തി
നിശ്ചലത, പൂർണ്ണത, ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരാനുഭവം, ശിവഭക്തി, എന്തു പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. ആ ശാന്തി നമുക്ക് അകമേക്ക് തെളിഞ്ഞു കിട്ടണമെങ്കിൽ ശാന്തിയുടെ ഉറവിടത്തിനെ കണ്ടെത്തണം. ശാന്തിയുടെ ഉറവിടം ആത്മാവാണ്, സ്വരൂപമാണ്. അതെവിടെ ഉണ്ട്? അതാണ് ഭഗവാൻ സ്ഥാനം കാണിച്ചു തന്നത്. ഹൃദി ഏഷ. ഈ ശാന്തിയുടെ മുഴുവൻ ഉറവിടമായിട്ടുള്ള ആത്മവസ്തു ഭഗവാൻ ഹൃദയത്തിൽ കുടിയിരിക്കുന്നു. ഹൃദി ഏഷ. അവനെ എങ്ങനെ കാണാൻ പറ്റും? ചിന്താരഹിതോ ഹൃദാഖ്യ. ചിന്താരാഹിത്യമാണ് അവന്റെ സ്വരൂപം. എന്തെങ്കിലുമൊക്കെ വഴിയിൽ ചിത്തവൃത്തികളെ കുറച്ചുകൊണ്ടുവരിക എന്ന്. അവന്റെ പേരോ ഹൃദാഖ്യ. ഹൃദയം എന്നുള്ളത് തന്നെ അവന്റെ പേര്. അവനെ എങ്ങനെ സ്മരിക്കും? കഥം സ്മരാമഹ. പുരാണത്തിൽ ഒരു മഹാവാക്യം പോലെ ഒരു ശ്ലോകമുണ്ട്, സ്കന്ദപുരാണത്തിൽ. കാശിയിൽ മരിക്കുന്നവർക്ക് മുക്തി, ചിദംബരം ദർശനം കൊണ്ട് മുക്തി, കമലാലയത്തിൽ ജനിക്കുന്നതുകൊണ്ട് മുക്തി, അരുണാചലത്തിനെ സ്മരിക്കുന്നതുകൊണ്ട് മുക്തി എന്നാണ്. ഇതാണ് 4 സ്ഥലങ്ങൾ. 4 സ്ഥലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സ്കന്ദപുരാണ ശ്ലോകമാണ്. ദർശനാത് അഭ്രസദസി, ജനനാത് കമലാലയേ, കാശ്യാം തു മരണാത് മുക്തി, സ്മരണാത് അരുണാചലം. ഈ 4 സ്ഥലങ്ങളും ബോത്ത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആണ്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം 2 അർത്ഥമുണ്ട്. ഫിസിക്കലായിട്ട് അർത്ഥം പറഞ്ഞാൽ ദർശനാത് അഭ്രസദസി. അഭ്രസദസ് എന്ന് വെച്ചാൽ ചിദംബരം. ചിദംബരം അവിടെ നടരാജനെ ദർശിക്കുന്നതാണ് പ്രധാനം എന്നാണ്. ഓരോ ദിവ്യക്ഷേത്രങ്ങൾക്ക് ഓരോ സ്വഭാവം ഉണ്ടാവും. അതേപോലെ നടരാജനെ ദർശിക്കുന്നതാണ് പ്രധാനം. അവിടെ നടനം ചെയ്യുന്ന നടരാജന്റെ ദർശനം. അതുകൊണ്ട് മുക്തി എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനം. ഇതൊക്കെ ഇനീഷ്യേഷൻ, നമുക്ക് ജ്ഞാനദീക്ഷ തരാനായിട്ടുള്ള മഹാവിഭൂതികളാണ് ദിവ്യക്ഷേത്രങ്ങളൊക്കെ. അപ്പൊ നടരാജന്റെ ദർശനം കൊണ്ട് മുക്തി എന്നുവെച്ചാൽ അതിന് ഉദാഹരണം എല്ലാ ശിവഭക്തന്മാരും തമിഴ്നാട്ടിലുള്ള 63 നായന്മാരും നടരാജനോട്, ചിദംബരത്തിലുള്ള സഭാപതിയോട് ഭ്രാന്ത് പിടിച്ചവരായിരുന്നു, ഉന്മാദം പിടിച്ചവരായിരുന്നു, ആ ദർശനത്തിന് കൊതിച്ചവരായിരുന്നു. പലർക്കും അവിടെ വെച്ച് ആത്മാനുഭവം ഉണ്ടായിട്ടുണ്ട് ദർശനം കൊണ്ട്. അതിന് ഉദാഹരണം രാമലിംഗസ്വാമികൾ. അദ്ദേഹത്തിന് 1 വയസ്സുള്ളപ്പോ തന്നെ അവിടെ നടരാജന്റെ സന്നിധിയിൽ ദർശിച്ചു എന്നാണ്. ആത്മാനുഭവം ഉണ്ടായി. 2 കമലാലയം എന്ന് പറയുന്നത് തിരുവാറൂർ എന്ന സ്ഥലം. അവിടെ ജനനം എന്നാണ്. അതിന് ഉദാഹരണം പറയാം. ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി എന്നുള്ള ഈ ത്രിമൂർത്തികളും തിരുവാരൂരിൽ ജനിച്ചവരാണ്. പിന്നീട് തിരുവയ്യാറിലേക്ക് വന്നു, അത്രയേ ഉള്ളൂ ത്യാഗരാജസ്വാമി. ഇവരൊക്കെ അവിടെ ജനിച്ചവരാണ്. കാശ്യാം തു മരണാത് മുക്തി, അതെല്ലാവർക്കും അറിയാം, കാശിയിലുള്ള മരണം. സ്മരണാത് അരുണാചലം. അരുണാചലത്തിന് സ്മരണമാണ് മുഖ്യം. സ്മരിച്ചാൽ മതി എന്നാണ്. പോകണമെന്നില്ല, കാണണമെന്നില്ല, മരിക്കണമെന്നില്ല, ജനിക്കണമെന്നില്ല, സ്മരിച്ചാൽ മതി. ഈ 4 ശ്ലോകത്തിന്റെയും അന്തരാർത്ഥം ഒരു മഹാത്മാ അദ്ദേഹം അതിന്റെ അർത്ഥം പറഞ്ഞു ഒരിക്കലും. എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ദർശനാത് അഭ്രസദസി, ചിദംബരത്തിന്റെ ദർശനം. ചിത് എന്ന് വെച്ചാൽ ബോധം, അംബരം എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തിൽ, ചിദാകാശത്തിൽ ഉള്ള നടനമാണ് ചിദംബര നടനം. അംബരം എന്നുള്ള വാക്കാണ് മലയാളത്തിൽ അമ്പലം ആയത്. ര എന്നുള്ളത് പോയിട്ട് ലാവായിട്ട് മാറി അംബരമാണ് അമ്പലമായിട്ട് മാറിയത്. അമ്പലം എന്ന് വെച്ചാൽ തന്നെ, അതും വാക്ക് തമിഴിൽ നിന്ന് വന്നതാണ്. അമ്പലം എന്നുള്ള വാക്ക് തന്നെ ചിദംബര ക്ഷേത്രത്തിനെ കുറിക്കുന്നതായിരുന്നു. അവിടുന്നാണ് അത് മറ്റുള്ള സ്ഥലങ്ങളിലും. തിരുച്ചിറ്റമ്പലം എന്നുള്ള പേര് തന്നെ ചിദംബരത്തിനെ കുറിക്കുന്നതായിരുന്നു. അപ്പൊ ചിദംബരം എന്ന് വെച്ചാൽ ചിദാകാശം എന്നർത്ഥം. നമ്മളുടെ ഹൃദയത്തിലുള്ള ആകാശം, പുറമേക്കുള്ള
മെറ്റീരിയൽ സ്പേസ്, ഫിസിക്കൽ സ്പേസ്, ഭൂതാകാശം. അകമേക്ക് ചിത്തവൃത്തികൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സ്പേസ്, അത് ചിത്താകാശം. ചിത്തവൃത്തികളുടെ സ്പർശമില്ലാതെ തെളിഞ്ഞു പ്രകാശിക്കുന്ന ശാന്തിയെ സ്വരൂപമായിട്ടുള്ള ഒരു സ്പേസ്, അത് ചിദാകാശം. ആ ചിദാകാശത്തിനെയാണ് ചിദംബരം എന്ന് ഭഗവാൻ എന്ന് സ്കന്ദപുരാണം പറയുന്നത്. അപ്പൊ അകമേക്കുള്ള ചിദംബരത്തിനെ ദർശിച്ചാൽ മുക്തി. 2 തിരുവാരൂരിൽ ജനനം. തിരുവാരൂർ എന്ന് വെച്ചാൽ ഹൃദയമാകുന്ന കമലം. ഹൃദയകമലത്തിൽ ജനിക്കുക. രമണ മഹർഷി ഒരിടത്ത് സദ്ദർശനത്തിന്റെ അനുബന്ധത്തിൽ പറഞ്ഞു, ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ജനിക്കണു എന്ന് അന്വേഷിച്ച് തന്റെ ജനനസ്ഥലത്തിനെ കണ്ടറിഞ്ഞ് ഹൃദയമാകുന്ന താമരയിൽ പുതിയതായിട്ട് ജനിക്കുന്നവനാരോ സയേവ ജാതഃ സ നിത്യജാതഃ നവോ നവോയം സതതം മുനീന്ദ്രഃ. ആ ഹൃദയത്തിൽ അന്വേഷിച്ച് ആ ഹൃദയമാകുന്ന താമര ആർക്ക് വിരിഞ്ഞു എന്ന് വെച്ചാൽ ആ താമരയിൽ ജനിക്കണം എന്നാണ്. അവിടെ ഒരു പുതിയ ജനനം. യഥാർത്ഥ ജനനം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. അപ്പോ ഹൃദയ കമലത്തിൽ ഉള്ള ജനനം, ആര് ജനിച്ചു അവർക്ക് പിന്നെ മരണമില്ല, അവര് സ്വതന്ത്രരായി. അതാണ് ജനനാത് കമലാലയേ. പിന്നെ കാശ്യാം തു മരണാത് മുക്തി. കാശി എന്ന് വെച്ചാൽ കാശി ക്ഷേത്രത്തിന് മറ്റൊരു പേരുണ്ട്, മഹാശ്മശാന ഭൂമി എന്നാണ്. അവിമുക്ത ക്ഷേത്രം, മഹാശ്മശാന ഭൂമി എന്നൊക്കെയാണ് കാശിക്ക് പേര്. കാശിയിൽ സങ്കല്പം ചെയ്യുമ്പോ തന്നെ മഹാശ്മശാനേ എന്ന് പറഞ്ഞ് സങ്കല്പം ചെയ്യും. ശ്മശാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ജഡശരീരത്തിനെ എരിച്ചു കളയുന്നതാണ് ഈ ശ്മശാനം. മഹാശ്മശാനമായ കാശിയും ഈ ശരീരത്തിനെ എരിച്ചു കാശിയിൽ മരിക്കണം. മരിക്കൽ എന്താ? ഈ ശരീരം മരിക്കണത് കൊണ്ട് മരിക്കില്ല. കാശി എന്നുള്ള വാക്കിനർത്ഥം പ്രകാശിക്കണത് എന്നർത്ഥം. പ്രകാശിക്കണത് എന്ന് മാത്രമല്ല, ബാക്കിയുള്ളതിനെയൊക്കെ പ്രകാശിപ്പിക്കണത് എന്നും കൂടി അർത്ഥം. കാശ്യാം ഹി കാശത്തെ കാശി, കാശി സർവപ്രകാശിക, സാ കാശി വിദിതായേന തേന പ്രാപ്താഹി കാശിക എന്നാണ് ആചാര്യസ്വാമികളുടെ കാശി പഞ്ചകമാണ്. അതില് ആചാര്യസ്വാമികൾ പറയണു, കാശിയിൽ കാശി പ്രകാശിക്കണം. ആ കാശി സകലതിനെയും പ്രകാശിപ്പിക്കുന്നു. ആ കാശിയെ ആര് കണ്ടിട്ടുണ്ടോ അയാളെ യഥാർത്ഥത്തിൽ കാശിയിലേക്ക് പോയിട്ടുള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പ്രകാശം ഏതാണ്? ആത്മാവാകുന്ന പ്രകാശം. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവസ്വരൂപമായ ബോധപ്രകാശം കൊണ്ടാണ് പ്രപഞ്ചം തന്നെ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നത്. അപ്പൊ സകല പ്രപഞ്ചത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം, പരമകമായ ജ്യോതിസ് അവബോധമാണ്. അപ്പൊ കാശി എന്ന് വെച്ചാൽ ആത്മാ. സാ കാശിക അഹം നിജബോധരൂപ. നിജബോധസ്വരൂപമായ ആത്മാവാണ് കാശി. ആത്മാ തന്നെ വിശ്വനാഥൻ. അവിടെ മരിക്കണം എന്നാണ്. എന്നുവെച്ചാലോ ഹൃദയത്തിൽ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ച് ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കുന്നു, ഈ അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ്, അടിക്കടി നമ്മൾ അകമേക്ക് നിരന്തരം ഈ അഹങ്കാരത്തിന്റെ ധ്വനി കേട്ടുകൊണ്ടേയിരിക്കണം. ഞാൻ ഞാൻ ഞാൻ. അനേക വികാരങ്ങളുടെ രൂപത്തിൽ ഈ അഹംവൃത്തി ചലിക്കണം. അതിനെ അന്വേഷിച്ച് അതെവിടുന്ന് പൊന്തുണു എന്ന് അന്വേഷിച്ചാൽ അത് ഹൃദയത്തിൽ ചെന്ന് മരിക്കും. ആത്മവിചാരം കൊണ്ട് ഈ അഹംവൃത്തി, ഞാൻ എന്നുള്ള വൃത്തി എവിടെ പൊന്തുണു, എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിക്കുമ്പോ അത് ഉദിക്കുന്ന സ്ഥാനമായ ഹൃദയത്തിൽ ചെന്ന് മരിക്കും. ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ. അത് ഉദിക്കുന്ന സ്ഥാനത്ത് ചെന്ന് മരിക്കും. ആ മരണമാണ് കാശിയിലുള്ള മരണം. കാശ്യാം തു മരണാത് മുക്തി. ആ ഹൃദയത്തിലുള്ള പരമപ്രകാശ രൂപമായ കാശിയിൽ ആര് മരിക്കുന്നുവോ അവിടെ താൻ മരിക്കൽ മാത്രമല്ല, സകല കാശിയിൽ പോയാൽ നമുക്ക് വേണ്ടവർക്കൊക്കെ പിണ്ടം വെക്കാമല്ലോ, ഗയയിലും കാശിയിലും. ഈ ഹൃദയമാവുന്ന കാശിയിൽ സകല പേർക്കും പിണ്ടം വെക്കണം എന്നാണ്. എന്നുവെച്ചാലോ സകല ശരീരങ്ങളും അവിടെ ഭസ്മമാവണം. സകല ശരീരങ്ങളും, തന്റെ ശരീരവും തനിക്ക് ആരോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടോ അവരുടെ ശരീരമൊക്കെ തന്നെ ഈ ശ്മശാനത്തിൽ, ഹൃദയമാവുന്ന ശ്മശാനത്തിൽ എരിച്ചു കളയണം.
അങ്ങനെ ഹൃദയമാവുന്ന ശ്മശാനത്തിൽ, കാശിയിൽ മഹാശ്മശാനത്തിൽ സർവവും എരിച്ചു കളഞ്ഞാൽ കാശ്യാന്തു മരണാത് മുക്തി. ആട്ടെ, ഇനി അവസാനമായിട്ട് ബാക്കി നിൽക്കുന്നത് സ്മരണാത് അരുണാചലം. ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തസ്യ സ്മൃതിഹി എന്നുള്ള പദമുണ്ട്. അതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. സ്മരണാത് അരുണാചലം, അരുണാചലത്തിനെ സ്മരിക്കലാണ് പ്രധാനം. അതിന് ധാരാളം പേർക്ക് ഒരു വിചാരമുണ്ട്, തിരുവണ്ണാമല ഇങ്ങനെ ചിന്തിക്കണം, അതൊരു വഴിയാണ്. അതിന് ഈ മഹാത്മാ തന്നെ അർത്ഥം പറഞ്ഞു. അരുണാചല സ്മരണം എന്ന് വെച്ചാൽ എന്തർത്ഥം? അരുണാചലത്തെ നനയ്ക്കരുത് அப்படின்னா നനപ്പ് ഇല്ലാമ இருக்கிறது தான் അരുണാചല സ്മരണം എന്ന് പറഞ്ഞു അദ്ദേഹം. അർത്ഥം അരുണാചലത്തിനെ സ്മരിക്കൽ എന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ ഉദിക്കാതെ ഇരിക്കലാണ് അരുണാചല സ്മരണം എന്ന് ഒരു സൈഡ്. മറ്റൊരു സൈഡില് അരുണാചലം എന്ന ആ രൂപത്തിനെ സ്മരിച്ചാൽ തന്നെ ചിത്തവൃത്തികൾ ഒടുങ്ങും. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അതാണ്. അതായത് മുക്തി എന്ന് വെച്ചാൽ പറഞ്ഞുവല്ലോ, നിശ്ചല തത്വേ ജീവൻ മുക്തി. അകമയ്ക്ക് നിശ്ചലത ഉണ്ടായാൽ, സൈലൻസ് ഉണ്ടായാൽ, ആ സൈലൻസിൽ തന്നെ, മനസ്സിന്റെ അടക്കത്തിൽ തന്നെ അതിന്റെ പുറകെ നിന്നും പൂർണ്ണതയുടെ ആവിർഭാവം ഉണ്ടാവും. അപ്പോ അരുണാചല സ്മരണം എന്ന് വെച്ചാൽ ചിത്തവൃത്തി ഇല്ലാത്ത സ്ഥിതിയാണ്. നമ്മള് എപ്പോഴൊക്കെ ചിത്തവൃത്തി ഇല്ലാതെ ഇരിക്കുന്നുവോ, എപ്പോഴൊക്കെ അകമയ്ക്ക് അഹങ്കൃതി ഉദിക്കാതെ ഇരിക്കുന്നു, അഹങ്കാരം ഉദിക്കാതെ ഇരിക്കുന്നു, അപ്പോഴൊക്കെ അരുണാചല സ്മരണമാണത്. പുറമേക്കുള്ള ഈ അരുണാചലത്തിന്റെ രൂപവും ആ സാന്നിധ്യവും ചെയ്യുന്നതും അതാണ്. അവിടെ എത്തുമ്പോഴോ അഥവാ ആ ദിവ്യരൂപത്തിനെ സ്മരിക്കുമ്പോഴോ അരുണാചലം എന്ന അഹമേ നിனைப்பவர் അഹத்தை வேறறுப்பாய் அருணாச்சலம் சொல்லாமல் சொல்லி நீ சொல் அற நில் என்று ചുമ്മായിരുந்தாய் അരുണാചല. മഹർഷി തന്നെ പറയണു, ഞാനൊരു അദ്ഭുത പർവ്വതത്തിനെ കണ്ടു എന്നാണ്. ആ പർവ്വതം എന്ത് ചെയ്യണു എന്ന് വെച്ചാൽ, ഓർത്തിടും ഉയിരിൻ ചേഷ്ടയെ ഒടുക്കി ഒരു തനത് അഭിമുഖமாக ഈർത്ത് அதை തൻപോൽ അചലമാ ചെയ്ത്. എവിടെയോ ഇരുന്ന് സ്മരിക്കുന്ന ജീവനെ ആകർഷിച്ച് അതിന്റെ അകമയുള്ള ചേഷ്ട, ചലനം, ചാപല്യത്തിനെ അടക്കി തന്നെ പോലെ തന്നെ അചലമാക്കി നിർത്തുന്നതാണ്. അപ്പൊ ആ അചലത, നിശ്ചലത, ചലനമില്ലായ്മ, അതാണ് പൂർണ്ണതയുടെ സ്വരൂപം. വികാരങ്ങളുടെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷെ ശാന്തിയിൽ ഒരു ഏറ്റക്കുറച്ചിലുമില്ല, ആവിർഭാവ തിരോഭാവങ്ങളില്ല, പോക്കുവരവില്ല. ശാന്തി പൂർണ്ണമാണ്. ശാന്തി പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് ഭഗവാൻ പറഞ്ഞത് തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ. ഭഗവാനെ സ്മരിക്കൽ എന്ന് പറയണത് അവിടെ ദൃഢമായി ചിത്തവൃത്തികൾ ബാധിക്കാത്ത പൂർണ്ണസ്ഥിതിയിലുള്ള നിഷ്ഠയാണ്. ഭാഗവതത്തിലൊക്കെ അവിസ്മൃതി ശ്രീധരപാദപത്മയോഹോ അവിസ്മൃതിസ്ത്വച്ഛരണാരവിന്ദയോഹോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്ലോകം വരുന്ന ഒരു ശ്ലോകമാണിത്. ഭഗവാനെ മറക്കാതിരിക്കുക. ഭഗവാനെ ഒരു ക്ഷണനേരം മറന്നു കളഞ്ഞാൽ വീണുപോകും നമ്മൾ. ഈ മറക്കാതിരിക്കൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചിത്തവൃത്തി ഉദിക്കാതിരിക്കലാണ് ഭഗവത് സ്മരണ. ചിത്തവൃത്തികൾ ഉദിക്കാത്ത ശാന്തിയാണ് ഭഗവത് സ്മരണ. ചിത്തവൃത്തി എന്ന് പറയുന്നത് തന്നെ ഭഗവാന് വിരോധമാണ്. ഭഗവാനും ചിത്തവൃത്തിയും ഒരു സ്ഥലത്ത് ഇരിക്കില്ല. ചിത്തവൃത്തി മനസ്സിന്റെ പ്രകൃതിയുമായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടേ ചിത്തവൃത്തികൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പുരുഷനുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് ചിത്തവൃത്തികൾക്ക് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും ഭഗവത് സന്നിധിയിൽ, ഇപ്പൊ നമ്മൾ ഒരു ദിവ്യക്ഷേത്രത്തിൽ പോയാൽ പോലും ആ സന്നിധിയിലെത്തുമ്പോ ആ സന്നിധിയുടെ പ്രാബല്യം തന്നെ നമ്മൾ ഒരുപക്ഷെ ചിലപ്പോ നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് പറയും. അമ്പലങ്ങളിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ സന്നിധിയിൽ പോയിട്ടോ ഓ എന്തൊരു സുഖം എന്ന് പറയുമ്പോ എന്തുകൊണ്ട് പറയണു എന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിനുശേഷം നമുക്കറിയാം ആ സന്നിധിയിൽ ചിത്തവൃത്തി ഉദിച്ചില്ല, ഒന്നും സങ്കല്പിച്ചില്ല, യാതൊന്നും ഭാവന ചെയ്തില്ല. അപ്പോ അകമയ്ക്കൊരു നിറവുണ്ടായി. ആ നിറവ് അദ്ദേഹത്തിൽ നിന്ന് വന്നതല്ല, നമ്മളുടെ അകമയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ആ സാന്നിധ്യം നമ്മളുടെ അകമയ്ക്കുള്ള ആ സ്ഥിതിയെ ഉണർത്തിവിട്ടു, പൂർണ്ണതയെ ഉണർത്തിവിട്ടു, ശാന്തിയെ ഉണർത്തിവിട്ടു. അപ്പൊ ആ ശാന്തിയാണ് ആത്മാനുഭവസ്ഥിതി, ജ്ഞാനസ്ഥിതി. അത് തന്നെ ഭക്തിയും. ഭക്തിയുടെയും സ്വരൂപം അത് തന്നെ.
ശാന്തി തന്നെ ഭക്തിയുടെ സ്വരൂപം. ശാന്തിയില്ലാതെ ഭക്തി എങ്ങനെ വരും? ഭക്തിക്ക് ശരണാഗതി മുഖ്യം, ജ്ഞാനത്തിന് ആത്മവിചാരം മുഖ്യം. ഭക്തി ചെയ്യുമ്പോ ഭഗവാനോ അല്ലെങ്കിൽ ഗുരുവിനോ ഏതോ ഒരു അപാര ശക്തിക്ക് ശരണാഗതി ചെയ്യുന്നു. ശരണാഗതി ചെയ്യുമ്പോഴും മനസ്സടങ്ങും, അഹങ്കാരം അടങ്ങും. അഹങ്കാരം എവിടെ ഉദിക്കുന്നുവോ അവിടെ അടങ്ങും. അടങ്ങുമ്പോഴും ഇതേ അനുഭവസ്ഥിതി ഉണ്ടാവും. പുറമേക്ക് പറയുമ്പോ ഒരാൾ ഭക്തി, ഒരാൾ ജ്ഞാനം എന്ന് പറയണു. പക്ഷെ അകമേക്കുണ്ടാവുന്ന അനുഭവത്തിൽ ജ്ഞാനി ജ്ഞാനമാർഗത്തിൽ എന്ത് ചെയ്യുന്നു? അഹങ്കാരത്തിന്റെ ഉദയസ്ഥാനത്തിനെ ശ്രദ്ധിച്ച് മൂലത്തിൽ അടക്കുന്നു. ഭക്തിയിൽ ഭഗവാന്റെയോ സദ്ഗുരുവിന്റെയോ സാന്നിധ്യത്തിൽ സ്വയമേവ അടങ്ങുന്നു. രണ്ടു മാർഗത്തിലും അകമയ്ക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്, അകമയ്ക്കുണ്ടാവുന്ന അനുഭവം ഒന്ന് തന്നെ. അപ്പോ ഇത് ആദ്യത്തെ 2 ശ്ലോകത്തിലായിട്ട് ജ്ഞാനമാർഗത്തിനെയും ഭക്തിമാർഗത്തിനെയും ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് 13ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ഒരു ചോദ്യം പോലെ ചോദിക്കുകയാണ്. എല്ലാ അറിവിനും ആശ്രയമായിട്ടുള്ള തന്നെ ആത്മാവിനെ, ബോധത്തിനെ അറിയാതെ ബാക്കിയുള്ളതിനെയൊക്കെ അറിയുന്നത് അറിവാകുമോ എന്നാണ്. ബോദ്ധാരം ആത്മാനം അജാനതോ യോ ബോധസ്സ കിം സ്യാത് പരമാർത്ഥബോധഃ ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതസ്തദ്വിദയം വിനശ്യേത്. ஞானமாம் தானேமை அறிவுறும் தன்னை அறியாது அயலை அறிவது அறியாமை அன்றி அறிவோ அறிவயற்கு ஆதாரத் தன்னை அறிய அறிவு அறியாமை அரும். அறிவுறும் தன்னை அறியாது அயலை அறிவது அறிയാമൈ. എല്ലാ അറിവിനും ആശ്രയമായിട്ട് ഒരു ബോധം അകമേ ഉണ്ട്, അധിഷ്ഠാനമുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട്. അത് സ്വയമേവ അവനവന്റെ അസ്തിത്വത്തിനെ പ്രകാശിപ്പിക്കണം. സ്വയം പ്രകാശ വസ്തുവാണ്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാം, ലോകത്തിൽ നമ്മൾ പല കാര്യങ്ങൾ അറിയുന്ന ആ ടെക്നിക് ഉണ്ടല്ലോ, ആ ടെക്നിക്ക് സത്സംഗത്തിൽ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സത്സംഗം പ്രയോജനപ്പെടുകയില്ല. നമ്മൾ ചിലപ്പോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ 1 വർഷം കഴിഞ്ഞതുകൊണ്ട് ചിലപ്പോ വീണ്ടും പഴയ വാസന, ഹാബിറ്റ് ഓഫ് ലിസണിങ്, അതേ പ്രയോഗിക്കും നമ്മളിവിടെ. അതേ ഹാബിറ്റ് ഓഫ് ലിസണിങ് അധ്യാത്മ വിഷയത്തിൽ പ്രയോഗിച്ചാൽ വെറുതെ തളർന്നു പോകും. അതുകൊണ്ടാണ് വേദാന്തം കേൾക്കുമ്പോൾ മനസ്സിലാവണില്ല എന്നും വളരെ ബുദ്ധിമുട്ട് എന്നൊക്കെ തോന്നണത്. അത് നമ്മള് ലോകത്തിൽ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മനസ്സിലാവില്ല, ഒന്നും തെളിയില്ല. ഇവിടെ മനസ്സിലാക്കാനേ ശ്രമിക്കണ്ട, അറിയാനേ ശ്രമിക്കണ്ട, പതുക്കെ ശരണാഗതി ഭാവത്തോടെ ഇരുന്നാ മതി. 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങടെ ഊറി 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 അകമയ്ക്ക് തെളിയും. അങ്ങനെ തെളിയട്ടെ, അല്ലാതെ ബുദ്ധി മെനക്കെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. എല്ലാ അറിവിനും ആശ്രയഭൂതമായ അറിവ്, ജ്ഞപ്തി, അവബോധം, ആ അവബോധത്തിനെ ശ്രദ്ധിക്കാതെ, എന്നുവെച്ചാൽ അതിന്റെ പിടിവിട്ടിട്ട് മനസ്സിങ്ങനെ പുറത്തുപോയി ഗ്രഹിക്കുന്നത് അറിവാകുമോ എന്നാണ് ഭഗവാന്റെ ചോദ്യം 13ാമത്തെ ശ്ലോകത്തിൽ. ബോദ്ധാരം ആത്മാനമജാനതോയോ ബോധ സഖിം സ്യാത് പരമാർത്ഥ ബോധ. നമ്മളിൽ 2 വിധത്തിൽ ഉള്ള അറിവുണ്ട്. ഒന്ന് സ്വയമേവ ഉള്ള അറിവ്, ഒന്ന് ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടെ ഏർപ്പെടുന്ന അറിവ്. നമ്മളിൽ തന്നെ ഇത് രണ്ടും ഉണ്ട്. നല്ലവണ്ണം ഈശ്വര സാക്ഷാത്കാരം, ഈ ഒരു തത്വം മനസ്സിലാക്കിയാൽ ഈശ്വര സാക്ഷാത്കാരം പോലെ എളുപ്പം വേറെ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ പറയാൻ പോണ ഈ കാര്യം തെളിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് തലകുത്തി നിന്നാലും ഈശ്വരനെ പിടിക്കാൻ പറ്റില്ല. ഈശ്വരൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുകയാണ് നമ്മളിൽ 2 വിധത്തിലുള്ള അറിവുണ്ട് എന്നാണ്. ഒന്ന് അപരാപ്രകൃതി. ആ അപരാപ്രകൃതിയിൽ ഏർപ്പെടുന്ന അറിവ് അപരാവിദ്യയാണ്. 2 പരാപ്രകൃതി.
ഒന്ന് ലോവർ നേച്ചർ, ഒന്ന് ഹയർ നേച്ചർ. ഇത് രണ്ടും നമ്മളിലുണ്ട്. ആ പരാപ്രകൃതിയിലുള്ള അറിവ് സ്വയം പ്രകാശമാണ്. അല്പം കൂടെ തെളിച്ച് പറയാം. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, സ്വപ്നം കാണുക, ഉള്ളില് അഹങ്കരിക്കുക, സൂക്ഷ്മമായ മണ്ഡലത്തിൽ അഹങ്കരിക്കുക. ഇതൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? നമ്മൾ വേദം പഠിച്ചാലടക്കം ഇതിനെ വെച്ചുകൊണ്ടേ പഠിക്കാൻ പോണുള്ളൂ. കാണൽ, കേൾക്കൽ, മണക്കൽ, രുചിക്കൽ, സ്പർശിക്കൽ, അഹങ്കരിക്കൽ, ഇതൊന്നുമില്ലാതെ ലോകത്തിൽ സാധാരണമായി ഒരു അറിവും സാധ്യമല്ല. ഇതൊക്കെ അപരാവിദ്യയാണ്. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, സ്വപ്നം കാണുക, അഹങ്കരിക്കുക. നമ്മൾ എന്തു പഠിച്ചാലും ഈ ഒരു ഫീൽഡ് നമ്മളുടെ ട്രാപ്പാണ്. ഈ ഫീൽഡ് വിട്ട് നമുക്ക് പുറത്ത് ചാടാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? വണ്ടി ഇങ്ങനെ റൺവേയിലേ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ടേക്ക് ഓഫേ ആവണില്ല. അതാണ് ഈ ബുദ്ധി. ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ സത്സംഗത്തിൽ അതിലേ പിടിച്ചുകൊണ്ടിരിക്കണം, എന്നാ വേഗം തീ പിടിക്കും. കാണൽ, കേൾക്കൽ, മണക്കൽ, രുചിക്കൽ, സ്പർശിക്കൽ, ഗീതയിൽ 7-ാം അധ്യായത്തിലെ വിഷയമാണത്. സങ്കൽപ്പിക്കൽ. നമ്മളിപ്പോ എന്ത് വിദ്യ പഠിക്കണമെങ്കിലും, സയൻസ് ആണെങ്കിലും ശരി, ടെക്നോളജി ആണെങ്കിലും ശരി, വേദമാണെങ്കിലും ശരി, എല്ലാം ഒന്ന് കേട്ടിട്ടോ പിന്നെ ചിന്തിച്ചിട്ടോ സങ്കല്പിച്ചിട്ടോ പിന്നെ ഞാൻ ഒരാള് പഠിക്കണം എന്ന് ഉറപ്പിച്ചിട്ടോ ഇതൊക്കെ വെച്ചുകൊണ്ടേ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ തന്നെ ശരീരത്തിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഈ വിദ്യ മുഴുവൻ ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു, ഇതല്ലാതെ ഒരു അറിവ് നമുക്ക് ഉള്ളിലുണ്ട് എന്നാണ്. അത് യയാ ധാര്യത്തെ, ഇതിനു മുഴുവൻ അധിഷ്ഠാനമായിട്ട്, അതായത് അതുണ്ടെങ്കിലേ ഈ കാണലും കേൾക്കലും മണക്കലും രുചിക്കലും സ്പർശിക്കലും സ്വപ്നം കാണലും അഹങ്കരിക്കലും ഒക്കെ നടക്കുള്ളൂ. അങ്ങനെ ഒരു അനുഭവം നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ മാത്രം അനുഭവം എന്ന് പറയാം. ഒന്നിനെ അറിവെന്നും ഒന്നിനെ അനുഭവം എന്നും തിരിച്ചോളൂ. ഈ പറഞ്ഞതൊക്കെ അറിവ്. ഇതല്ലാതെ നമ്മളിൽ ഒരു പ്ലെയിൻ ഉണ്ട്, ഒരു സെന്റർ ഉണ്ട്. അതിനെ അനുഭവം എന്ന് പറയാം. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഞാൻ. ആ അനുഭവം നമുക്കൊക്കെ ഉണ്ട്. ആ അനുഭവമാണ് അഹം, ഞാനുണ്ട് എന്നുള്ള അനുഭവം. അതാണ് എപ്പോഴും പറയുന്ന ഉദാഹരണം. അന്ധകാരത്തിൽ ഇരുന്നാലും ആർക്കും അവനവൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരണില്ല. നല്ല കൂരിരുട്ടിലിരിക്കുമ്പോഴും ഗാഢാന്ധകാരത്തിലും അഹമസ്മി എന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിന് പേരാണ്, അത് സ്വയമാണ്, ആരും ബോധിപ്പിച്ചില്ല, അത് ചിന്തിച്ചിട്ട് അറിഞ്ഞതല്ല, ആരെങ്കിലും പഠിപ്പിച്ചു തരണോ? ഒരു കൊച്ചു കുട്ടിക്ക് ഈ കുട്ടി ഉണ്ട് എന്ന് അമ്മയോ അച്ഛനോ പറഞ്ഞു കൊടുക്കണോ? ആ കുട്ടിയെ നിന്റെ പേര് ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാൾ വേണം, അല്ലേ? ഒരു പാർക്കില് ഒരു കുട്ടി അച്ഛനും അമ്മയും കുട്ടി കൊണ്ടുവന്നിരിക്കണം. ആ കുട്ടി ഓടാൻ പോയപ്പോ അച്ഛൻ പറഞ്ഞു ഓടരുത്, വീഴും, പിടിച്ചു നിർത്തി. ആ കുട്ടി മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയപ്പോ തിരക്കിൽ എവിടെയെങ്കിലും പോകും, ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടേയിരുന്നു അത്ര ആ കുട്ടിയെ. അപ്പോ അടുത്ത് നിൽക്കണ ഒരാൾ ആ കുട്ടിയെ ലാളിച്ചിട്ട് ചോദിച്ചു, കുഞ്ഞെ തന്റെ പേരെന്താണ്? വാട്ട് ഈസ് യുവർ നെയിം? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഐ ഡോണ്ട് നോ മൈ നെയിം, യൂഷ്വലി മൈ മദർ കോൾസ് മീ ഡോണ്ട്. അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നത് എല്ലാം വേണ്ട 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 എന്ന് കുട്ടി വിചാരിച്ചു അത്ര തന്റെ പേര് വേണ്ട എന്നാണെന്ന്. കുട്ടിക്ക് വല്ലതും തന്റെ പേരറിയോ? തന്റെ പേര് വല്ലതും അറിയോ? സ്വയമായിട്ട് എന്തെങ്കിലും പേര് കൊണ്ടുവരണുണ്ടോ? പുറത്തുനിന്ന് നീ ഇന്ന ആളാണ്, ഇന്ന ആളുടെ മകനാണ്, മകളാണെന്നുള്ളത് ആരെങ്കിലും ബോധിപ്പിക്കണം. പക്ഷെ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അത് അപരാവിദ്യയല്ല, പരാവിദ്യയാണ്, പരാപ്രകൃതിയാണ്. അഹമസ്മി എന്നുള്ള അനുഭവം, അയാം എന്നുള്ള എക്സ്പീരിയൻസ്. അതുമാത്രം എക്സ്പീരിയൻസ്, ബാക്കിയുള്ളതൊക്കെ തന്നെ പെർസെപ്ഷൻ. അപ്പോ അധ്യാത്മികം എന്ന് പറയണമെങ്കിൽ ഒരിക്കലും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുമുള്ള
മണ്ഡലത്തിൽ നമ്മൾ എന്ത് തന്നെ പഠിച്ചാലും, ഉപനിഷത്താണെങ്കിലും ശരി, ഗീതയാണെങ്കിലും ശരി, എത്ര പൂജ ചെയ്താലും ശരി, അതൊക്കെ തന്നെ വണ്ടി റൺവേയിൽ ഓടണ മാതിരിയേ ആവുള്ളൂ. അൺലെസ് യു ടച്ച് ദിസ് സെന്റർ വിച്ച് ഈസ് ഹോൾനെസ് ഇറ്റ് സെൽഫ്. ഈ ഒരു കേന്ദ്രം, അത് പരാപ്രകൃതി എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ പറയണത് അതിന്റെ അധിഷ്ഠാനത്തിലാണ് ഈ അപരാപ്രകൃതി കാണണത്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിന്റെ മേലെയാണ് മനസ്സ് പൊന്തണത്, അഹങ്കാരം പൊന്തണത്, കണ്ണ് കാണുന്നത്, ചെവി കേൾക്കുന്നത്, ശരീരം പ്രവർത്തിക്കുന്നത് എല്ലാം. അപരാപ്രകൃതിയിൽ നമ്മൾ ടോട്ടലി ബൗണ്ടാണ്, സ്ലേവ്സ് ആണ്. അതായത് ശരീരത്തിന്റെ മണ്ഡലത്തിൽ നമ്മൾ ഒരിക്കലും നമുക്ക് സ്വാതന്ത്ര്യമേ ഇല്ല. നമുക്ക് അപരാപ്രകൃതി വാസ്തവമാണെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ, പരാപ്രകൃതിയെ സ്പർശിച്ചിട്ടേ ഇല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവാൻ ഒരിക്കലും സാധ്യമേ അല്ല. യുക്തി ചിന്തിച്ചു നോക്കുക. ശരീരം ഞാനാണെങ്കിൽ, അഥവാ ശരീരം ഇതൊക്കെ വാസ്തവമാണെങ്കിൽ പോലും എവിടെ സ്വാതന്ത്ര്യം? മുക്തി എന്നൊക്കെ വെറുതെ പറയാം എന്നല്ലാതെ എന്തു മുക്തി സാധ്യമാവും? വ്യാധി, മരണം, അനേക സുഖദുഃഖങ്ങള്, ബന്ധവിയോഗങ്ങള്, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ മരണം, എന്തൊക്കെ കാണേണ്ടി വരും? അപ്പൊ ഭഗവാൻ പറയണത് ഈ അപരാപ്രകൃതി കാണുന്നുണ്ടല്ലോ, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, അകമയുള്ള സ്വപ്നം കാണുക, അഹങ്കാരം, ഇതിനെ ഒക്കെ വിട്ടിട്ട് ഇതിനൊക്കെ അധിഷ്ഠാനമായി ഇതൊക്കെ നിന്ന് കളിക്കാൻ അരങ്ങൊരുക്കിക്കൊണ്ട് ഒരു അധിഷ്ഠാനമുണ്ട്, ഒരു ബോധതലമുണ്ട്. അതാണ് ഞാനുണ്ട് എന്നുള്ള എക്സ്പീരിയൻഷ്യൽ സെന്റർ. ആ സെന്ററിനെ ശ്രദ്ധിച്ചാൽ എന്താവും എന്നുള്ളത് പിന്നത്തെ വിഷയം. ശ്രദ്ധിച്ചാൽ ആചാര്യസ്വാമികൾ പറയണത് ആ സെന്ററിൽ മരുഭൂമിയിൽ വെള്ളം കാണപ്പെടുന്ന പോലെ കാണപ്പെടുന്നതാണ് ബാക്കിയുള്ളതൊക്കെ എന്നാണ്. അപ്പൊ പിന്നെ പ്രശ്നമേ ഇല്ല. അത് അനുഭൂതി കൊണ്ടുവരട്ടെ. അത് ആ സെന്റർ, അപ്പോഴേ ഈ കയറുപാമ്പ് ഉദാഹരണമൊക്കെ ഫലിക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കയറുപാമ്പ് ആളുകൾക്ക് ബോറടിച്ചു കേട്ടിട്ട്. ആ സെന്ററിൽ കയറിൽ പാമ്പെന്ന പോലെ കാണപ്പെടുന്ന ഒരു ഭ്രമമാണ് ഈ അഹങ്കാരം, മനസ്സ്, ശരീരം, മറ്റുള്ളതൊക്കെ എന്നുള്ളത് എക്സ്പീരിയൻഷ്യലി യു ഹാവ് ടു സീ. അതിനുള്ള ഒരു പ്രയത്നമാണ് നമ്മളുടെ സത്സംഗം. ബോദ്ധാരം ആത്മാനം, എല്ലാ അറിവിനും പ്രകാശകസ്വരൂപമായി നിൽക്കുന്ന അറിവായ ഈ ജീവഭൂതാം മഹാബാഹോ യയേതം ധാര്യത്തെ ജഗത്, ജീവഭൂതമായിട്ട് നിൽക്കുന്ന ഒരു സെന്റർ, ഒരു വിളക്ക്. ആ വിളക്ക് സദാ ബാക്കിയുള്ളതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണു. അത് ഉദിക്കയും പൊലികയുമില്ലിത് കണ്ടുപോയിടേണം എന്നാണ്. അത് ഉദിക്കുന്നുമില്ല, പൊലിഞ്ഞു പോണമില്ല. ആ ഒരു വിളക്ക് ബാക്കിയുള്ളതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോധദീപം, അധ്യാത്മദീപം. ഭാഗവതത്തിൽ കൃഷ്ണനെ ദേവകി വിളിക്കുന്നത് അങ്ങനെയാണ്, സത്വം വിഷ്ണുഹു അധ്യാത്മദീപ എന്നാണ്. ബാക്കിയുള്ളതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന അധ്യാത്മദീപം. അപ്പൊ ആ വസ്തു, ആ അറിവ്, ആ അവബോധം, ആ ജ്ഞപ്തി, വീണ്ടും വീണ്ടും പറയാം, മനസ്സിലാക്കണം എന്നില്ല, നിങ്ങൾ കേട്ടാ മതി. ഇത് ഉള്ളിൽ എവിടെയോ ചെന്ന് അനുഭൂതി മണ്ഡലത്തിൽ അത് എപ്പോഴോ ഒരിക്കൽ പ്രകാശിച്ചോളും. ചിലപ്പോ മനസ്സിലാക്കിയ പ്രയോജനപ്പെടില്ല, അതുകൊണ്ട് വിഷമിക്കരുത്. ഈ ജ്ഞപ്തി, ഈ ബോധം, നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. ഭാഗവതത്തിൽ മുച്ചുകുന്ദൻ പറയണതാണ്. തസ്മാത് വിസൃജ്യ ആശിഷ ഈശ സർവതഃ രജസ്തമസത്വഗുണാനുബന്ധനാഃ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. നിരഞ്ജനം, ഒരു കളങ്കവും ഏൽക്കാത്തതും, സത്വം രജസ് തമസ് എന്നുള്ള ഗുണസ്പർശമില്ലാത്തതും, രണ്ടില്ലാത്തതും, ജ്ഞപ്തി അവബോധസ്വരൂപമായിട്ടുള്ളതും, അറിവേ സ്വരൂപമായിട്ടുള്ളതും, ഉണ്ട് എന്നുള്ള കേവല സത്താമാത്ര അനുഭവസ്വരൂപമായിട്ടുള്ളതുമായ പുരുഷനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശരണം പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ ആ പുരുഷനെ ശ്രദ്ധിച്ചാൽ തന്നെ ശരണം പ്രാപിക്കും. ആ ശ്രദ്ധിച്ചാൽ തന്നെ ശരണാഗതി അവിടെ ഉണ്ടാകും. ആ ശ്രദ്ധയാണ് മുഖ്യം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം.
ശ്രദ്ധ ഈ വസ്തുവിലേക്ക്. അതാണ് ഭഗവാൻ ഇവിടെ ബോദ്ധാരം ആത്മാനം അജാനതോയോ ബോധസ്സകിം സ്യാത് പരമാർത്ഥ ബോധ. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന അറിവേ സ്വരൂപമായിട്ടുള്ള ജീവഭൂതമായിട്ടുള്ള ഈ ബോധത്തിനെ അല്പം ഒന്ന് തൊടാതെ വേറെ എന്തൊക്കെ തന്നെ പഠിച്ചാലും അറിഞ്ഞാലും അത് പാരമാർത്ഥികമായി പ്രയോജനപ്പെടുവോ എന്നാണ്. ബോധസ്സ കിം സ്യാത് പരമാർത്ഥ ബോധ. സുബ്ബലക്ഷ്മി, വാരണാസി സുബ്ബലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരു ഭക്ത, അവര് വിധവയായി തീർത്ഥയാത്ര ചെയ്ത് അലഞ്ഞു നടന്ന് അനേക സ്ഥലങ്ങൾ കഴിഞ്ഞ് തിരുവണ്ണാമലയിൽ വന്നു. അവര് ധാരാളം യോഗവാസിഷ്ടം പഠിച്ചിട്ടുണ്ട്, ഉപനിഷത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ വിധവയായി യോഗവാസിഷ്ടം, ഉപനിഷത്തും ഭാഗവതം ഇതൊക്കെ അറിയാം അവർക്ക്. അവര് തിരുവണ്ണാമലയിൽ വന്ന് അരുണാചലേശ്വര ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് രമണ മഹർഷി ഒന്നും അറിയില്ല. എങ്ങനെയെങ്കിലും നമുക്ക് പക്വത ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഏതെങ്കിലും ഗുരുവിന്റെ അടുത്ത് എത്തിക്കും, സദ്ഗുരുവിന്റെ അടുത്ത്. അപ്പൊ അരുണാചലേശ്വര ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോ അന്നൊന്നും അധികം പേരൊന്നും ഈ ക്ഷേത്രത്തിലേക്ക് വരില്ലല്ലോ. അപ്പൊ പൂജാരി ആരത്തി കാണിച്ച് ഭസ്മം കൊടുക്കുമ്പോ പൂജാരി ചോദിച്ചു, രമണ മഹർഷിയെ കാണാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ ആ പേര് തന്നെ കേൾക്കണത്. അവർക്ക് ആ പേര് കേട്ടപ്പോ തന്നെ ഷീ റെക്കഗ്നൈസ്ഡ്. ഉള്ളില് ആ റെക്കഗ്നിഷൻ ഉണ്ടായി. അങ്ങനെയാണ് വിരൂപാക്ഷ ഗുഹയിൽ വന്നത്. മഹർഷിയോട് തനിക്ക് ഉണ്ടാവുന്ന സംശയങ്ങളൊക്കെ ചോദിച്ച് നിവൃത്തി വരുത്തണം എന്ന് വിചാരിച്ച് വിരൂപാക്ഷ ഗുഹയിൽ മഹർഷി ഇരിക്കുമ്പോഴാണ് വന്നത്. അപ്പൊ ഭഗവാൻ ആ സമയത്തൊക്കെ ബാഹ്യത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യവഹാരവും ഇല്ലാത്തൊരു സ്ഥിതിയാണ്, നിർവിശേഷ സ്ഥിതിയാണ് ആ സമയത്ത്. ആ സമയത്ത് വന്നു. കുറച്ചു ദിവസം ആ കണ്ടപ്പോ തന്നെ തന്റെ സദ്ഗുരുവിനെ കണ്ട ഒരു തൃപ്തി, ഒരു ശാന്തി, ഒരു നിർവൃത്തി അകമയ്ക്കുണ്ടായി അവർക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരും. വളരെ കാലത്തിന് ശേഷമാണ് മഹർഷിയോട് വർത്തമാനം പറയാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടായത്. അപ്പൊ ഒരിക്കൽ ചോദിച്ചു, ഭഗവാനെ, ഞാൻ യോഗവാസിഷ്ടം പഠിച്ചിട്ടുണ്ട്, ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി, അറിവ് മാത്ര സ്വരൂപമായി, പ്രകാശമാത്ര സ്വരൂപമായി ഇരിക്കുന്നതാണ് ആത്മാ എന്ന് പറയുന്നു എന്ന് മനസ്സിലായി. ഇതല്ലേ സത്യം? അറിവ് സ്വരൂപമായി എല്ലാത്തിനെയും അറിയുന്ന വസ്തുവായി ഉള്ളതല്ലേ ആത്മാ എന്ന് ചോദിച്ചു അവര് ചോദിച്ചത് വളരെ എക്സാക്റ്റ് ആയിട്ടാണ് ചോദ്യം. പക്ഷെ അവിടെ പോലും മഹർഷി എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഇവർ ചോദിച്ച ചോദ്യം അറിവ് മാത്ര സ്വരൂപമായിട്ടുള്ളതല്ലേ ആത്മാ എന്ന് ചോദിച്ചതിന് മഹർഷി പറഞ്ഞു, അത് ആത്മാ, ഇത് ആത്മാ എന്ന് യാതൊരു സങ്കല്പവും ഉദിക്കാത്ത സ്ഥിതിയാണ് ആത്മാ എന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന എക്സ്പ്ലനേഷന്റെ രീതിയിലാണ് അവർ ചോദിച്ചത്. അതുപോലും സമ്മതിച്ചു കൊടുക്കാതെ മഹർഷിയുടെ ഉത്തരം, അതാത്മാ ഇതാത്മാ എന്ന് ഒരു വിധത്തിലുള്ള വിശേഷണവും കൊടുക്കാതെ സങ്കല്പങ്ങൾ ഉദിക്കാത്ത സ്ഥിതി യാതൊന്നുണ്ടോ അതാണ് ആത്മാ എന്നാണ്. കേവലമായ ചിദാകാശമാണത്. ചിത്തവൃത്തികളുടെ സ്പർശമില്ലാത്ത സ്ഥിതിയാണ്. അതിനെയാണ് ജ്ഞപ്തി അദ്വൈതാനുഭൂതി എന്ന് പറഞ്ഞത്. അപ്പോ അതാണ് ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതഃ തദ്വിതയം വിനശ്യേത്. അറിയപ്പെടുന്ന പ്രപഞ്ചത്തിനും ആ പ്രപഞ്ചത്തിനെ കാണുന്നവനായ എനിക്കും രണ്ടിനും അധിഷ്ഠാനമായിട്ട് നിൽക്കുന്ന സ്വം വിജാനതഃ, തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിയുമ്പോ ഈ ദ്വൈതം മുഴുവൻ, ദ്വൈതബുദ്ധി അവിടുന്ന് നിവൃത്തമാകും. അഹങ്കാരവും അഹങ്കാരത്തിന്റെ എക്സ്റ്റൻഷനായിട്ടുള്ള പ്രപഞ്ചവും കേവല സത്തയിലെ ഒരു ഭ്രമം മാത്രമാണെന്നുള്ള അനുഭവം ഉണ്ടാവും. കേവലമായ സത്താസ്വരൂപമായ വസ്തു അകമയ്ക്ക് പൂർണ്ണമായി ജ്വലിക്കും, പ്രകാശിക്കും. ആ അനുഭവത്തിനെയാണ് വികൽപ്പശൂന്യമായ സഹജസ്ഥിതി എന്ന് ഭഗവാൻ പറഞ്ഞത്. അടുത്ത ശ്ലോകത്തില് നിദ്രാ ന വിദ്യാം ഗ്രഹണം ന വിദ്യാം
ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥബോധേ നിദ്രാപദാർത്ഥഗ്രഹണേതര സ്യാത് ചിദേവ വിദ്യാവിലസന്തി അശൂന്യ. സാധാരണ നമ്മൾ ബ്രഹ്മവിദ്യ എന്നാണ് ഇതിന് പറയണത്. ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണു, ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു വിദ്യയല്ല എന്നാണ്. വിദ്യ എന്ന് പറയുമ്പോ ഒന്നിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിനെ നമ്മൾ വിദ്യ എന്ന് പറയും. അല്ലെങ്കിലോ ഉറക്കം പോലെ മനസ്സിനെ അടക്കി നിർത്തുന്ന ഒരു സ്ഥിതിയെ വിദ്യ എന്ന് പറയും. ഇത് രണ്ടുമല്ല. ഭഗവാൻ പറയണു നിദ്ര ന വിദ്യ, ഗ്രഹണം ന വിദ്യ. മനസ്സിന്റെയാണ് ഇത് രണ്ട് പ്രക്രിയയും. മനസ്സ് ഒന്നിൽ ലയിച്ചു കിടക്കും, അല്ലെങ്കിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഐദർ ഗ്രാസ്പിംഗ് ഓർ ഗോയിങ് ടു സ്ലീപ്പ്. ഇത് രണ്ടെണ്ണമാണ് മനസ്സിനെ അറിയണത്. ഗ്രാസ്പിംഗ് ഇല്ലെങ്കിൽ മനസ്സ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗോ ടു സ്ലീപ്പ്. അതാണ് പലപ്പോഴും മന്ത്രജപമൊക്കെ ആളുകൾ ഉറക്കഗുളികയായിട്ട് ഉപയോഗിക്കാറുണ്ട്. രാത്രി കുറെ ജപിച്ചാൽ മനസ്സ് എന്ത് ചെയ്യും? പല വിചാരങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സ് ഏതെങ്കിലും ഒരു വിചാരത്തിൽ നിർത്തിയാൽ അതിന് ചിന്തിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പ് അതിന് ഉറക്കമാണ്. ഉറക്കത്തില് ലയിച്ചു കിടക്കുന്നു. സ്വപ്നത്തിലും ജാഗ്രതത്തിലും വിജൃംഭണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിക്ഷിപ്തമായിട്ട് ഇരിക്കണം. ഇത് രണ്ടും മനസ്സിന്റെ സ്റ്റേറ്റാണ്. ബുദ്ധേഹേ ജാഗരണം സ്വപ്നഃ സുഷുപ്തിരിതി വൃത്തയഃ. ഭാഗവതം പറയണു ബുദ്ധിക്ക് 3 വൃത്തികളുണ്ടെന്നാണ്. ഒന്ന് നിദ്ര, ഒന്ന് സ്വപ്നം, ഒന്ന് ജാഗ്രത. പക്ഷെ ഗൂഢമായ ഒരു കാര്യം പറയാം, ജാഗ്രത്തിൽ ആത്മസാക്ഷാത്കാരവും ഉണ്ട്, ഉറക്കവുമുണ്ട്. അതാണ് ജാഗ്രതത്തിന്റെ ഒരേ ഒരു വൈശിഷ്ട്യം. ജാഗ്രതത്തിൽ ഒരംശം ആത്മസാക്ഷാത്കാരത്തിന്റെയാണ്, മറ്റൊരംശം ഉറക്കത്തിന്റെയാണ്. ഉറക്കത്തിന്റെ എന്ന് വെച്ചാൽ മനസ്സിന്റെ മറ്റൊരു പേരാണ് ഉറക്കം. മനസ്സ് ഉറങ്ങിയാലും ശരി, ചിത്തവൃത്തികൾ ഉണ്ടാക്കിയാലും ശരി, ചിത്തവൃത്തികൾ ഉണ്ടാക്കുന്നത് ഉറക്കത്തിന്റെ ഫർദർ എക്സ്റ്റൻഷനാണ്. അല്ലാതെ ചിത്തവൃത്തികളുടെ എക്സ്റ്റൻഷൻ അല്ല ഉറക്കം. ഉറക്കത്തിന്റെ ഫർദർ എക്സ്റ്റൻഷനാണ് ചിത്തവൃത്തികൾ. ഉറക്കസ്ഥിതിയിൽ നിന്നും, അതായത് ഇരുട്ടിൽ പാമ്പ് കയറ് പാമ്പായിട്ട് തോന്നണ പോലെ ഉറക്കത്തിന്റെ അന്ധകാരത്തിൽ ബ്രഹ്മം ജീവനായിട്ട് നാമരൂപ പ്രപഞ്ചമായിട്ട് സങ്കല്പവികല്പങ്ങളായിട്ട് അനുഭവപ്പെടുകയാണ്. ജാഗ്രത്തിൽ ഉറക്കവും ഉണ്ട്, ആത്മസാക്ഷാത്കാരവും ഉണ്ട്. രണ്ടും കൂടെ കൂടി കുഴഞ്ഞിരിക്കണു. അപ്പോ അതാണ് ഉറക്കത്തിൽ നിന്നും. അതുകൊണ്ടൊക്കെയാണ് സിംബോളിക് ആയിട്ട് എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് ഉപനിഷത്ത് പറയണത്. ഉത്തിഷ്ഠത, ജാഗ്രത. അനാദിമായയാ സുപ്തഃ യഥാ ജീവഃ പ്രബുദ്ധ്യതേ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യതേ സദാ തഥാ. അജം അനിദ്രം അസ്വപ്നം. ഈ നിദ്രയും സ്വപ്നവും രണ്ടും മനസ്സിന്റെ വേഷം. ഈ ജാഗ്രത ഒരു സ്വപ്നം തന്നെ, സ്വപ്നവും ഒരു സ്വപ്നം തന്നെ, ഉറക്കവും ഒരു സ്വപ്നം തന്നെ. ത്രീൻ സ്വപ്നാൻ ധുനുതേ മുനി എന്നാണ്. 3 സ്വപ്നങ്ങൾ അകമയൊക്കെ ആത്മാവിനെ മറച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളുടെ സ്വസ്വരൂപത്തിനെ മറച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ മറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ നിദ്രാന വിദ്യ, മനസ്സിന്റെ ലയവുമല്ല നേടിയെടുക്കേണ്ടത്. ഗ്രഹണം ന വിദ്യ, ലയം വിട്ട് ഉണർത്തിയാൽ മനസ്സെന്ത് ചെയ്യും? പുറമേക്ക് പോയി ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. കോൺസ്റ്റന്റ് ഗ്രാസ്പിംഗ്. ഉള്ളിലേക്കും പുറത്തേക്കും, ഉള്ളിലേക്കും പുറത്തേക്കും ചിത്തം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ഉപനിഷത്ത് പറയണു, ഒരു മത്സ്യം തടാകത്തിന്റെ ഇക്കരയ്ക്കും അക്കരയ്ക്കും അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുന്ന പോലെ ഈ ചിത്തം ഉറക്കത്തിലേക്കും ജാഗ്രതത്തിലേക്കും ജാഗ്രതത്തിലേക്കും ഉറക്കത്തിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും നമ്മളുടെ മെഡിറ്റേഷൻ എന്നൊക്കെ പറയണത് പോലും അല്പസ്വല്പം ഒരു പാളിഷ് ചെയ്ത ഉറക്കമാണ്. പോരാന്നാണത്. അപ്പോ നിദ്രാന വിദ്യ, ഗ്രഹണം ന വിദ്യ, ഗൃഹാതി കിഞ്ചിന്ന യഥാർത്ഥ ബോധേ.
അപ്പൊ ഭഗവാൻ ആത്മസാക്ഷാത്കാരം എന്താണെന്ന് ഡെഫിനിഷൻ കൊടുക്കുകയാണ്. യഥാർത്ഥമായ ബോധത്തിൽ ഉണർന്നിരിക്കുകയും ചെയ്യും. ചിത്തം യാതൊന്നിനെയും ഇന്ദ്രിയങ്ങൾ വഴി പുറമേക്ക് പോയി ഗ്രഹിക്കണില്ല. എന്നാ ഉറങ്ങണുണ്ടോ? ഉറക്കവുമില്ല. നിദ്ര പദാർത്ഥഗ്രഹണേതരാസ്യാച്ചിത് ഏവ വിദ്യ വിലസന്തി അശൂന്യ. ഓരോ പദം അങ്ങനെ എന്താ കംപ്രസ്ഡാണ്. ഒരു ടാബ്ലറ്റില് മഹാസമുദ്രത്തിനെ അടക്കിയ പോലെയാണ്. നിദ്ര പദാർത്ഥഗ്രഹണേതരാസ്യാത് ചിദേവ വിദ്യ. വിദ്യ എന്നിപ്പോ ആത്മസാക്ഷാത്കാരം പറയണത് എന്താണ്? ചിത്തിന്റെ അനുഭവം എന്നാണ്. ചിത്ത് ബോധപ്രകാശം, ചിത്തിന്റെ അനുഭവം. അത് നിദ്രയുമല്ല, അതായത് അറിയായ്മയും അല്ല, ഇതര വസ്തുക്കളെ അറിയലുമല്ല എന്നാണ്. ഇതര പദാർത്ഥ ഗ്രഹണ ഇതരാസ്യാത്. ഇതര പദാർത്ഥ ഗ്രഹണവും അവിടെ ഇല്ല. എന്നാൽ ഒന്നുമില്ലാതെ മനസ്സ് ലയിക്കുകയാണോ? ലയവുമല്ല. ചിദേവ വിദ്യ, ശുദ്ധമായ ഞാൻ ഉണ്ട്, അഹം എന്നുള്ള അനുഭവത്തിന്റെ ബോധത്തിന്റെ പ്രകാശം. അതാണ് ഇന്നലെ അവസാനം പറഞ്ഞ മലയാള ശ്ലോകം. അതും ഇതുമല്ല, അസദർത്ഥം അല്ല, അഹം സച്ചിത് അമൃതം എന്നു തെളിഞ്ഞ് ഈ അഹം എന്നുള്ള ബോധാനുഭവം സച്ചിതമൃതം എന്നു തെളിഞ്ഞ് എന്നാണ്. ഈ ഞാൻ ഉണ്ട് എന്നുള്ള ഈ ബോധം തന്നെ അതെന്താണെന്ന് ശ്രദ്ധിക്കുമ്പോ ശരീരം, മനസ്സ്, ബുദ്ധി ഇതിൽ നിന്നൊക്കെ തന്നെ വേർപിരിഞ്ഞ് കേവലാധിഷ്ഠാന സ്വരൂപമായി, അമൃതാനുഭവ സ്വരൂപമായി, ശാന്തിയെ സ്വരൂപമായി, നിർവൃതിയെ സ്വരൂപമായി, ഉണ്മയെ സ്വരൂപമായിട്ട് അത് ജ്വലിക്കണു. അതാണ് സച്ചിതമൃതമെന്നു തെളിഞ്ഞ്. ഇനിയിപ്പോ പ്രകൃതിയില് നിദ്രയിലേക്കോ ജാഗ്രതത്തിലേക്കോ ബന്ധം വരാതെ, അതാണ് സദസതിഥി പ്രതിപത്തിയറ്റ്. ജാഗ്രതാണ് സത്ത് എന്നുള്ളത് കൊണ്ട് അവിടെ കേവല ഉദ്ദേശം. അസത്ത്, നിദ്ര ഇത് രണ്ടിലും പ്രതിപത്തിയറ്റ് സത്ത്, യഥാർത്ഥമായ സത്തായ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ അമർന്നിടണം എന്നാണ്. ആ സെന്ററിൽ ഏർപ്പെടുന്ന പരമപ്രകാശ സ്വരൂപ. പ്രകാശം എന്നൊക്കെ പറയുമ്പോൾ വെളിച്ചമല്ല ഉദ്ദേശിക്കുന്നത്, അറിവ്. ഞാൻ ഉണ്ട്, ഇതര സഹായം കൂടാതെ ഉള്ള അറിവ്. ഇപ്പൊ ഈ മൈക്കിന് മൈക്കുണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഞാൻ ഉണ്ട് എന്ന് അറിയണു. ആ എക്സ്പീരിയൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്, അൺകണ്ടീഷണൽ എക്സ്പീരിയൻസ്, പുറമേക്ക് ആരും തൊട്ട് കാണിക്കാതെ ഏർപ്പെടുന്ന ഒരു അനുഭവമാണ് ഞാൻ എന്നുള്ള എക്സ്പീരിയൻസ്. അതിനെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് നിദ്ര പദാർത്ഥഗ്രഹണേതരാസ്യാദിച്ഛിത് ഏവ വിദ്യ വിലസന്തി അശൂന്യ. അപ്പൊ അത് ശൂന്യമാണോ? അതിലൊന്നുമില്ലെങ്കിൽ അത് ശൂന്യമാണോ എന്ന് ചോദിച്ചാൽ അവിടേക്കാണ് ബൗദ്ധന്മാർ പഴച്ചുപോയത്. ഭഗവാൻ പറയണു അശൂന്യാണ്. വിലസന്തി അശൂന്യ. അത് ശൂന്യമല്ല, അത് പൂർണ്ണമായ വസ്തുവാണ്. വിലസന്തി അശൂന്യ. അതാണ് തമിഴില് വളരെ വ്യക്തമായിരിക്കും. ജ്ഞാനമാം താനേ മെയ്, നാനാവാം അജ്ഞാനമാം ജ്ഞാനമാം പൊയ്യാം അജ്ഞാനമുമേ, ஞானமாம் தன்னை அன்றி இன்று அணிகள் தாம் பலவும் பொய் மெய்யாம் பொன்னை அன்றி ഉണ്ടോ പുകൾ. അടുത്ത ലൈൻ നമ്മൾ നോക്കിയില്ല, ഇത് അടുത്ത പാട്ടിന്റെ ട്രാൻസ്ലേഷനാണ്. അറിവ് അറിയാമയും അറ്റത് അറിവാമേ. അറിവും അറിയാമയും, അറിവ് എന്ന് വെച്ചാൽ ജാഗ്രത, അറിയായ്മ എന്ന് വെച്ചാൽ നിദ്ര. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിയാണ് അറിവ്, സാക്ഷാത്കാരം. അറിയുമത് ഉണ്മൈ അറിവാകാതെ. എന്തെങ്കിലും പുറമേ നിന്ന് അറിയുന്നത് യഥാർത്ഥ സാക്ഷാത്കാരമാവില്ല. അറിവിത്തർക്ക് അന്യമിൻറായി അവിർവതാൽ താൻ അറിവാകും പാഴെன்று അറി. ഇവിടെ ശൂന്യം എന്നുള്ളതിന് ഭഗവാൻ പാഴ് എന്നുള്ള വാക്കാണ് പ്രയോഗിച്ചത്. വ്യർത്ഥത. അതായത് എക്സ്പീരിയൻഷ്യലി ശൂന്യം എന്ന് പറയുമ്പോ ഒന്നുമില്ലെങ്കിൽ, ജാഗ്രതയുമില്ല, സ്വപ്നവുമില്ല, യാതൊന്നുമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് വല്ല അർത്ഥം ഉണ്ടാവുമോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. നമ്മളൊക്കെ
സ്വപ്നത്തിനെ പിടിച്ചുകൊണ്ടാണ് നിൽക്കണതേ. സത്യത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് എന്ത് പ്രയോജനം എന്നൊരു ദുഃഖമുണ്ടാവും. അതുകൊണ്ടാണ് അത് മാറ്റാൻ ഭഗവാൻ പറഞ്ഞു പാഴണ്ടി അറി എന്നാണ്. അത് അകമയ്ക്ക് തൊട്ട് കഴിഞ്ഞാൽ ആനന്ദരൂപം അമൃതം യദ്വിഭാതി. ഉപനിഷത്ത് പറയണത് ആ അമൃതാനുഭവം ആനന്ദസ്വരൂപമായിട്ട് അകമയ്ക്ക് വികസിക്കും. ആനന്ദം അകമയ്ക്ക് ഉണ്ടായാൽ പിന്നെ നമ്മൾ വേറെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ചോദിക്കോ? ദുഃഖിക്കുമ്പോൾ വേണമെങ്കിൽ ചോദിക്കും അല്ലേ? ആരെങ്കിലും ഇതുവരെ സുഖമായിട്ടിരിക്കുന്നവർ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ടുണ്ടോ? ഞാൻ കുറേ ദിവസമായി സുഖമായിട്ടിരിക്കുന്നു, എന്താ കാരണം എന്നാരെങ്കിലും ചോദിക്കോ? ദുഃഖിക്കുമ്പോഴേ ചോദ്യം വരുള്ളൂ. പൂർണ്ണമായി ഇരിക്കുമ്പോൾ ചോദ്യമേ ഇല്ല. ആ പൂർണ്ണതയാണ് നമ്മുടെ സ്വസ്വരൂപം. ആ പൂർണ്ണതയെ മേൽക്കൊണ്ടുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വീണ്ടും വിസ്തരിച്ച് പറയാൻ പോണു. സത്യശ്ചിതാത്മാ വിവിധാകൃതിശ്ചിത് സിദ്ധ്യേത് പൃഥക് സത്യചിതോ ന ഭിന്നാം. ഇപ്പൊ അനേക നാമരൂപങ്ങളുണ്ടല്ലോ, ഇതൊന്നും ഇല്ലേ? ഈ പ്രപഞ്ചം കാണപ്പെടുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അതിന് ഒരു ഉദാഹരണം പറയാണ്. ഭൂഷാവികാരാഹ കിമുസന്തി സത്യം. സ്വർണം കൊണ്ട് വളയുണ്ടാക്കുന്നു, മാലയുണ്ടാക്കുന്നു, മോതിരം ഉണ്ടാക്കുന്നു, അനേക ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആഭരണങ്ങളൊക്കെ നമുക്ക് നാമരൂപത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നിടത്തോളം, നമുക്ക് വ്യവഹാര പ്രാമുഖ്യമുള്ളത്തോളം ആഭരണങ്ങളില് വള, മാല, മോതിരം, കിരീടം, ഇങ്ങനെ അനേക പേരുകൾ പറയും. ഇതെന്തുകൊണ്ടാ? വ്യവഹാര പ്രാമുഖ്യമുള്ളതുകൊണ്ട്. അതിന് കഴുത്തിലിടാൻ മാല തന്നെ വേണം, കയ്യിലിടാൻ വള തന്നെ വേണം, കാലില് കൊലുസ് തന്നെ വേണം, പാദസരം തന്നെ വേണം. ഇതൊന്നും മാറ്റി ധരിക്കാൻ പറ്റില്ലല്ലോ വ്യവഹാരത്തിന്. അതുകൊണ്ട് ഇന്ന ആഭരണങ്ങൾ ഇന്ന ഉപയോഗത്തിന്. പക്ഷേ ഭഗവാൻ ചോദിക്കണത് ഭൂഷാവികാരാഹ കിമുസന്തി സത്യം. ഈ ഭേദത്തിന് പേരാണ് വികാരം. വള, മാല, മോതിരം. കക്കാൻ വരുന്ന കള്ളന് വല്ല ഭേദം ഉണ്ടാവോ? രാത്രി കക്കാൻ ഒരു കള്ളൻ വീട്ടിൽ കയറിയാൽ അയാൾക്ക് വളയ്ക്കും മാലയ്ക്കും തമ്മിൽ വല്ല ഭേദമുണ്ടോ? മോതിരത്തിനും കങ്കണത്തിനും തമ്മിൽ വല്ല ഭേദമുണ്ടോ? അയാൾക്ക് ഒരൊറ്റ ബുദ്ധിയേ ഉള്ളൂ, സ്വർണം. അയാൾ സ്വർണത്തിനെ മാത്രമേ കാണുന്നുള്ളൂ. സ്വർണത്തിൽ എന്ത് ഭേദമുണ്ടെന്ന് അയാൾ നോക്കുന്നില്ല. പൊട്ടിയതാണെങ്കിലും ശരി, നല്ലതാണെങ്കിലും ശരി, അയാൾ എടുത്തുകൊണ്ട് പോകും. കനകൈക മഹാബുദ്ധി. അതുപോലെ ഇവിടെ ഭഗവാൻ പറഞ്ഞ അനേക നാമരൂപാത്മകമായി ഈ പ്രപഞ്ചം പ്രകാശിച്ചാൽ പോലും ഇതിന്റെ അധിഷ്ഠാനമായ വസ്തു ഒന്നാണ്. ഒരു സ്വർണം കൊണ്ട് അനേക ആഭരണങ്ങൾ ഉള്ള പോലെ ഒരേ ഒരു പരമാത്മാ തന്നെ ഇവിടെ അനേക നാമരൂപങ്ങളായി വിസ്തരിച്ച് കാണപ്പെടുന്നു. പക്ഷെ ഈ നാനാത്വം അജ്ഞാനമാണ്. വ്യവഹാരത്തിന് അജ്ഞാനം വേണം, അകമയ്ക്ക് ശാന്തിക്ക് ജ്ഞാനവും വേണം. വ്യവഹാരം അജ്ഞാനമണ്ഡലത്തിലാണ്. നാനാത്വം അജ്ഞാനമാണ്. വേറെ വേറെ എന്നുള്ള ഈ അറിവ് അജ്ഞാനത്തിൽ നിന്ന് ഉറവെടുക്കുന്നതാണ്. പക്ഷെ അകമയ്ക്ക് ഈ അജ്ഞാനം കടക്കരുത്. സ്വർണം കൊണ്ടുള്ള അനേക ആഭരണങ്ങളിൽ സ്വർണത്തിനെ കാണുന്ന പോലെ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഭേദങ്ങൾക്കും അഭേദമായിട്ടുള്ള ഒരു വസ്തുസത്തയെ, ഒരു അധിഷ്ഠാനത്തിനെ കാണാൻ ഒക്കുമെങ്കിൽ അയാൾ എത്ര തന്നെ വ്യവഹരിച്ചാലും മനസ്സിന്റെ ശാന്തി അയാൾക്ക് നഷ്ടപ്പെടില്ല. അങ്ങനെ ശാന്തി നഷ്ടപ്പെടാതെ ലോകത്തിൽ സഞ്ചരിക്കുന്ന ആളെ അയാൾ ആന്തരികമായ ഒരു ജ്ഞാന കവചം ധരിച്ചവൻ എന്നാണ് പറയണത്. ഈ ഒരു രഹസ്യം അറിഞ്ഞിട്ട് ലോകത്തിൽ സഞ്ചരിക്കുന്ന ആള്, അതായത് നാമരൂപത്തിന് പ്രാമുഖ്യം കൊടുക്കാതെ അതിനു പുറകിലുള്ള ഏകമായ വസ്തുവിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, എന്നാൽ നാമരൂപങ്ങൾ കൊണ്ട് വ്യവഹാരം ചെയ്തും കൊണ്ട് ആര് സഞ്ചരിക്കുന്നുവോ അവൻ കവചം ധരിച്ചവനാണ് എന്നാണ്. എന്ത് കവചം എന്ന് വെച്ചാൽ ഒന്നും ഇനി അയാളെ ബാധിക്കില്ല. ആ കവചമാണ് നാരായണ കവചം ഭാഗവതത്തിൽ. അല്ലാതെ നാരായണ കവചം വെറുതെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ചൊല്ലി പഠിക്കേണ്ട കാര്യമല്ല.
എന്നാലും വിശ്വാസവും അതിനൊരു പ്രയോജനമാണ്. വിശ്വാസം കൊണ്ട് നമുക്ക് ആപത്തൊന്നും വരില്ല എന്ന് പറഞ്ഞ് മന്ത്രം ചൊല്ലണ പോലെ ചൊല്ലാം, ഒരു മന്ത്രശക്തി ഉണ്ടാവും. പക്ഷെ നാരായണ കവചത്തിന്റെ ഉദ്ദേശം ബാഹ്യമായ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനുള്ളതല്ല. ആന്തരികമായി നമ്മൾ അജ്ഞാനം കൊണ്ട് വരുത്തിക്കൂട്ടുന്ന ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് നാരായണ കവചം. അതിനെന്താ പ്രമാണം എന്ന് വെച്ചാൽ നാരായണ കവചത്തിൽ തന്നെ ഒരു ശ്ലോകം, യഥാഹി ഭഗവാനേവ വസ്തുത സദസച്ചയത് സത്യേന അനേന ന സർവേ യാന്തുനാശം ഉപദ്രവാഹ. ലോകത്തിലുള്ള എല്ലാ ഉപദ്രവങ്ങളും എന്നെ വിട്ടുപോകട്ടെ. എങ്ങനെ ഉപദ്രവം ഉണ്ടാവണമെന്ന് വെച്ചാൽ അകവേ നിന്നും രാഗദ്വേഷം കൊണ്ട് ഉപദ്രവം ഉണ്ടാവുന്നു. നമ്മളോട് ആർക്കെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവരല്ല നമ്മളെ ഉപദ്രവിക്കുന്നത്, മറിച്ച് നമുക്ക് ആരോടെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഉപദ്രവിക്കുന്നത്, നമ്മളെ തന്നെ. രാഗവും ദ്വേഷവും കാരണം നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടുകയില്ല. എല്ലാ അശാന്തിക്കും കാരണം പ്രത്യേകതകളാണ്. പർട്ടിക്കുലറായിട്ട് ഓരോ വസ്തുവിലും ചെന്ന് പറ്റിക്കൂടുന്ന മനസ്സ്. അപ്പോ വ്യക്തികളെ കാണുമ്പോൾ ചിലതിനോട് ഇഷ്ടം തോന്നുന്നു, ചിലതിനോട് വെറുപ്പ് തോന്നുന്നു. അത് രണ്ടു വിധത്തില്, ഒന്നിൽ അസൂയ, അല്ലെങ്കിൽ ദ്വേഷം, അല്ലെങ്കിൽ കോപം, അല്ലെങ്കിൽ കാമം, സ്നേഹം, ഏതെങ്കിലും വിധത്തിൽ പറ്റിക്കൂടിയിട്ട് പിന്നെ ആ വസ്തുവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുന്ന കുഴപ്പങ്ങൾ. ഇതാണ് ലോകജീവിതത്തിൽ അസമാധാനത്തിന് കാരണം. ആന്തരികമായി വ്യവഹരിക്കുമ്പോൾ ഉപദ്രവം ഉണ്ടാവാൻ കാരണം ഉള്ളിലും. ഈ ഉപദ്രവത്തിനെ എങ്ങനെ ശമിപ്പിക്കും? കുറച്ചുനേരമൊക്കെ അമ്പലത്തിൽ പോയി ജപിച്ചുകൊണ്ടിരുന്നാലും കുറച്ചുനേരമൊക്കെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നാലും ഒക്കെ ആ സമയം സമാധാനമായി ഇരിക്കുമെങ്കിലും ദൈനംദിന ജീവിതത്തിൽ വരുന്ന ബന്ധങ്ങളിൽ വീണ്ടും ഈ കുഴപ്പം വരും. വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ആചാര്യന്മാര് മുഴുവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു രഹസ്യമാണ്, സകല ദുഃഖത്തിനും മൂലകാരണം രാഗവും ദ്വേഷവുമാണെന്ന്. ഭഗവാൻ ഗീതയിൽ അർജുനൻ ചോദിച്ചു, ഭഗവാനെ ആരാണ് സന്യാസി എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, സന്യാസി പുറമേക്ക് ഞാൻ സന്യാസിക്ക് ലക്ഷണം പറയില്ല, യോ ന ദ്വേഷ്ടി ന കാംക്ഷതി. ആരുടെ ഉള്ളിൽ രാഗവും ദ്വേഷവും ഇല്ലയോ അവൻ സന്യാസിയാണെന്നാണ്. അവൻ പാന്റ് ഷർട്ട് ഇട്ട് നടക്കുന്ന ആളാണെങ്കിലും ശരി, വസ്ത്രം ഉടുക്കാതെ നടക്കുന്ന ആളാണെങ്കിലും ശരി, കാഷായം ഉടുത്ത ആളാണെങ്കിലും ശരി, എവിടെ ഏത് വേഷത്തിൽ ഏത് ജാതിയിൽ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ശരി, അയാൾക്ക് സന്യാസത്തിന്റെ അനുഭവം ഉണ്ടാകും. സന്യാസം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. സന്യാസം എന്ന് പറയുന്നത് ഒരു പോസിംഗ് അല്ല. ആ അനുഭവത്തിന്റെ ലക്ഷണമോ ഭഞ്ജിക്കപ്പെടാത്ത ശാന്തിയാണ് സന്യാസം. ശാന്തി ഭഞ്ജിക്കപ്പെടാൻ കാരണം എന്താ? ഡിസ്റ്റർബൻസ്. അകമേ ഉള്ള സരസില് ഡിസ്റ്റർബൻസ് എവിടുന്ന് വരുന്നു? മനസ്സ് പുറമേക്ക് പോവാൻ ഉള്ള വാഞ്ച കാരണം. മനസ്സ് എന്തിനു പുറമേക്ക് പോകണം? ഏതോ ഒരു വസ്തുവിനെ കണ്ട് ഒന്നിൽ ആകർഷിക്കപ്പെട്ടു അല്ലെങ്കിൽ വികർഷിക്കപ്പെട്ടു. ആകർഷിക്കപ്പെട്ടാൽ ഇവിടുന്ന് അവിടെ പോയി അലതല്ലും, വികർഷിക്കപ്പെട്ടാൽ അവിടുന്ന് ഇവിടെ വന്ന് അലതല്ലും. ഇത് രണ്ടും കാരണം ഉള്ളിലുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നമ്മൾ ധ്യാനത്തിലൊക്കെ നേടിയെടുത്ത ശാന്തി പോലും വ്യവഹാരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ വ്യവഹാരത്തിൽ ആ ശാന്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഭാഗവതം പറയണത് കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമായിട്ട് കാണണം. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയണത്, ഭൂഷാവികാരാ കിമുസന്തി സത്യം. ഉപനിഷത്തിന്റെയും സന്ദേശമാണ്. ഒരു സ്വർണത്തില് എന്തൊക്കെ തന്നെ നാമരൂപങ്ങൾ ഉണ്ടായാലും സ്വർണമല്ലാതെ അവിടെ എന്തെങ്കിലും വസ്തുവുണ്ടോ? നിങ്ങൾ എന്തൊക്കെ തന്നെ ഇത് വളയാണ്, ഈ പാറ്റേൺ നന്നായിട്ടുണ്ട്, അത് നന്നായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും തട്ടാന് അല്ലെങ്കിൽ കള്ളന് സ്വർണമേ ഉള്ളൂ. അയാൾക്ക് അതിനെക്കുറിച്ച് വിഷമമേ ഇല്ല. പക്ഷെ വ്യവഹാരത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോ നല്ല 10 പവന്റെ മാല വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ സമാധാനമില്ല. എന്താന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. അതായത് ഒരു 2 പവന്റെ ഒരു സാധനം ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അപ്പൊ എന്താ, ഈ രൂപത്തിന് പ്രാമുഖ്യം കൊടുത്തപ്പോ അതിൽ വസ്തുവിന്റെ ഘനമൊക്കെ പോയി. നേരെ മറിച്ച് കള്ളന് ആ 10 പവന്റെ മാല കാണാൻ ഭംഗിയില്ലെങ്കിലും അത് പൊക്കിക്കൊണ്ടു പോകും അയാൾ. എന്താ, അയാൾക്ക് സ്വർണമാണ് മുഖ്യം. അയാൾ നാമരൂപത്തിന് ഇതൊരു ഒരു ലൗകികമായ ഒരു എക്സാമ്പിൾ അത്രയേ ഉള്ളൂ. ഇതിനെ ആന്തരികമായി കൊണ്ടുപോകുമ്പോൾ വളരെ സൂക്ഷിക്കണം. വളരെ സൂക്ഷിച്ചു വേണം ഈ എക്സാമ്പിൾ ഉള്ളിൽ പ്രയോഗിക്കാം. വ്യവഹാരത്തിൽ ഭേദവും ആന്തരികമായിട്ട് അഭേദവും.
അതാണ് ഈശ്വരനെ വ്യവഹരിക്കാനേ ഒക്കില്ല, ലോകത്തിനെ ആശ്രയിക്കാനേ ഒക്കില്ല. ഈശ്വരനെ ആശ്രയിക്കണം, ലോകത്തിനെ വ്യവഹരിക്കണം. ജ്ഞാനത്തിനെ ആശ്രയിക്കണം, ലോകത്തിനെ വ്യവഹരിക്കണം. ആശ്രയിക്കാൻ ജ്ഞാനവും വ്യവഹരിക്കാൻ ധർമ്മവും. ഇതും ഭാഗവതത്തിൽ ഒരു മുഖ്യമായ ഒരു വിഷയമാണ്. വ്യവഹാരത്തിന് ജ്ഞാനം കൊള്ളില്ല. വ്യവഹാരത്തിൽ ഭേദത്തിനെ ആശ്രയിച്ചുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ ഒക്കുകയുള്ളൂ. അഭേദം വ്യവഹാരത്തിൽ കൊണ്ടുവന്ന സർവത്ര കുഴപ്പമാവും. വ്യവഹാരം വെച്ചുകൊണ്ടേ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ വ്യവഹരിക്കുമ്പോൾ എന്തിനെ ആശ്രയിക്കും? ധർമ്മം. അവിടെ ജ്ഞാനം കൊണ്ടുവരാൻ ഒക്കില്ല. ജ്ഞാനത്തിനെ ആശ്രയിക്കണം, ധർമ്മത്തിനെ വ്യവഹരിക്കണം. ലോകത്തിനെ വ്യവഹരിക്കണം, ഭഗവാനെ ആശ്രയിക്കണം. ലോകത്തിനെ ആശ്രയിച്ച് ഭഗവാനെ വ്യവഹരിക്കുന്നതിന്റെ കുഴപ്പമാണ് നമ്മൾ ഇന്ന് മുഴുവൻ കാണുന്നത്. ലോകത്തിനെ ആശ്രയിക്കണു, എന്നിട്ട് നമ്മൾ ആശ്രയിക്കുന്നതായ ലോകത്തിൽ ചില സുഖങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഭഗവാനെ വ്യവഹരിക്കണു. അങ്ങനെ ആയാൽ ഒരിക്കലും വണ്ടി ഓടില്ല. കുതിരയെ പിടിച്ച് തേരിന്റെ പുറകെ കെട്ടിയാൽ എങ്ങനെ ഓടും? അപ്പൊ ലോകത്തിനെ വ്യവഹരിക്കണം. വ്യവഹരിക്കുമ്പോ ഒന്ന് അറിഞ്ഞോളുക. അറിവ് മാത്രം. ആശ്രയം എന്താ? ഇതിന് പുറകിലുള്ള വസ്തു ഒന്നാണ്. സ്വർണമേ ഉള്ളൂ. വളയായിട്ടും മാലയായിട്ടും മോതിരമായിട്ടും അനേക ആഭരണങ്ങളായിട്ടും സ്വർണം പരിണമിച്ചു നിൽക്കണു എന്ന് അറിഞ്ഞാൽ, സ്വർണബുദ്ധി അവിടെ ഉണ്ടായാൽ, ഇത് പതുക്കെ അഭ്യസിക്കേണ്ട ഒരു ധ്യാനമാണ്. ഇതൊരു മിയർ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. ഇത് മനനം ചെയ്ത് ഉള്ളിൽ പതുക്കെ നമ്മള് കുടുംബജീവിതത്തിലൊക്കെ വ്യവഹരിക്കുമ്പോ ഏറ്റവും അടുത്തവരോട് വേണം ഈ ടെക്നിക്ക് പ്രയോഗിക്കാൻ. നമുക്ക് ഒരു അടുപ്പവുമില്ലാത്ത ആളുകളെ കണ്ട് അവരൊക്കെ ബ്രഹ്മമാണെന്ന് പറയാൻ വലിയ വിഷമമൊന്നുമില്ല. ഒരു അടുപ്പവുമില്ലാത്ത ആളുകളെ ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താ അർത്ഥം പിന്നെയും പറയാം. ഒന്നുകൂടെ ചില ക്ലാരിഫിക്കേഷൻ. ബ്രഹ്മം, സർവം ബ്രഹ്മമയം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ബ്രഹ്മം എന്ന് വെച്ചാൽ ഒരു വസ്തുവല്ല. ബ്രഹ്മം എന്നുള്ളത് ഒരു ദർശനവുമല്ല. ഏത് എന്റെ ഉള്ളിലേക്ക് കടക്കണില്ലയോ, ഏതിനെ കാണുമ്പോ ഞാൻ ശാന്തമായിട്ടിരിക്കുന്നു, അതാണ് ബ്രഹ്മദർശനം. അതായത് എന്റെ മനസ്സിൽ ഒരു വികാരവും ഉണ്ടാവാതെ എന്തിനെങ്കിലും ഞാൻ കാണുന്നുവെങ്കിൽ, അകമേ നിറഞ്ഞ ശാന്തിയോടുകൂടെ എന്തിനെങ്കിലും ഞാൻ കാണുന്നുവെങ്കിൽ ഞാൻ ബ്രഹ്മത്തിനെയാണ് കാണുന്നത്. അതിനെയാണ് ബ്രഹ്മദർശനം എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് എന്തിനെങ്കിലും കാണുമ്പോ ഒരു സ്പെഷ്യാലിറ്റി കാരണം കാമമോ അസൂയയോ ദ്വേഷമോ ലോഭമോ അല്ല പ്രത്യേകിച്ചോ സ്നേഹമോ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ അത് ലോകദർശനം. അപ്പൊ ബ്രഹ്മദർശനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്തൊക്കെ കണ്ടാലും വ്യവഹരിച്ചാലും ഉള്ളിൽ ഉള്ള ശാന്തി ഭഞ്ജിക്കപ്പെടാതെ ഇരിക്കുന്നതാണ് ബ്രഹ്മദർശനം. അല്ലാതെ ബ്രഹ്മം എന്നൊരു പദാർത്ഥവുമില്ല. ബ്രഹ്മം എന്നുള്ളത് ഒരു നാമമോ രൂപമോ അല്ല, ഒരു പ്രത്യേക കളറോ ഒരു ജ്യോതിസോ ഒന്നുമല്ല. അപ്പോ നമ്മളുടെ ശാന്തി ഭഞ്ജിക്കപ്പെടാതിരിക്കലാണ്. അപ്പൊ ശാന്തി ഭഞ്ജിക്കപ്പെടാൻ കാരണമോ പ്രത്യേകതകളാണ്, സ്പെഷ്യാലിറ്റീസ് ആണ്. സ്വർണം എല്ലാം ഒരേ കട്ടിയാണെങ്കിൽ ആർക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ലല്ലോ, അല്ലേ? അത് ഒരു പ്രത്യേക പാറ്റേണിലാക്കുമ്പോ വെൻ യു ഗിവ് ഇമ്പോർട്ടൻസ് ടു നെയിം ആൻഡ് ഫോം ആൻഡ് പാറ്റേൺ സ്പെഷ്യാലിറ്റി, അപ്പൊ വന്നു ഇഷ്ടം അനിഷ്ടം. അപ്പോ രാഗദ്വേഷം, അതായത് അറ്റാച്ച്മെന്റ് ഓർ അവേർഷൻ, പോസിറ്റീവ് ഇമോഷൻ ഓർ നെഗറ്റീവ് ഇമോഷൻ, ഇത് രണ്ടിന്റെയും സോഴ്സ് പുറമേക്ക് കൊടുക്കപ്പെടുന്ന സ്പെഷ്യാലിറ്റീസ് ആണ്. ഏതെങ്കിലും വിധത്തിലുള്ള സ്പെഷ്യാലിറ്റി, അതിൽ നിന്നാണ് എക്സൈറ്റ്മെന്റോ ഡിപ്രഷനോ ഉണ്ടാവുന്നത്. ഇത് രണ്ടും നമ്മളെ ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ സൂക്ഷ്മമായി ഈ ധ്യാനത്തിനെ പരിശീലിക്കണം. അതെവിടെ പരിശീലിക്കണം? നമ്മളോട് വളരെ അടുത്തിരിക്കുന്നവരോട് വേണം ഈ അഭ്യാസം ചെയ്തു തുടങ്ങാൻ. അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, കുട്ടികള്, അടുത്ത വീട്ടുകാര്. യേശുക്രിസ്തു ആദ്യം പറഞ്ഞു അത്രേ, എല്ലാരെയും തന്നെ പോലെ സ്നേഹിക്കണം. അപ്പൊ ഒരാള് പറഞ്ഞു അത്രേ ക്രിസ്തുവിനോട്, എല്ലാരെയും ആവാം, പക്ഷെ ഈ അടുത്ത വീട്ടുകാരനെ മാത്രം പറ്റില്ല എന്ന്. അപ്പോഴാണ് സ്പെഷ്യലായിട്ടുള്ള ഉപദേശം കൊടുത്തത് എന്നാണ്. അടുത്ത വീട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുക. കാരണം ഇപ്പൊ അടുത്ത വീട്ടുകാരനാണ് അയാൾക്ക് എല്ലാവരും.
എവിടെ സ്പെഷ്യാലിറ്റി, അതായത് നമുക്ക് അടുക്കുമ്പോഴേ രാഗവോ ദ്വേഷമോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളൂ. ദൂരത്തിരിക്കുന്ന ആളുകളെ കണ്ട് നമസ്കാരം പറയാനും ചിരിക്കാനും ഒക്കെ ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്? അവരുമായിട്ട് നമുക്കൊരു കൊടുക്കലും വാങ്ങലും ഒന്നുമില്ല. നമുക്ക് പ്രശ്നം എപ്പോഴും നമ്മളുടെ അടുത്ത് വരുന്നവരാണ്, അടുക്കുന്നവരാണ്. അതുകൊണ്ട് ആ അടുക്കുന്നവരോട് പതുക്കെ ഈ ഒരു ടെക്നിക്ക്, ഈ ടെക്നിക്ക് ഞാൻ പദം വെറുതെ പ്രയോഗിക്കുന്നു അത്രേ ഉള്ളൂ. ഭഗവാന്റെ കൃപ കൊണ്ട് ഇത് പ്രകാശിക്കണം നമുക്ക്. പതുക്കെ 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 ഇതൊരു ധ്യാനമായിട്ട്, ഒരു തപസ്സായിട്ട് അകമേക്ക് ചെയ്യണം. ആരോടെങ്കിലും വെറുപ്പ് തോന്നുമ്പോ ഉടനെ ഈ ബുദ്ധി കൊണ്ടുവരണം. സ്വർണത്തിൽ ഒരു രൂപം കൊടുത്ത പോലെ ഞാൻ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു, ആ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഈ വെറുക്കുന്നവരുടെ രൂപത്തിലും എന്റെ മുമ്പിൽ നിൽക്കുന്നത്. രണ്ടിലും ഒരേ ഒരു വസ്തു തന്നെയാണോ ഉള്ളത് എന്നുള്ള ഒരു വിചാരത്തിനെ കൊണ്ടുവന്ന് കഴിയുമെങ്കിൽ ആ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ, ആ പ്രത്യേകതയെ കുറച്ചൊക്കെ ഒന്ന് ശമിപ്പിക്കുക. ഒരേ സ്വർണം തന്നെയാണ് അനേക നാമരൂപങ്ങളോടുകൂടെ ഇരിക്കണത് എന്ന് കരുതി പതുക്കെ ആ ദ്വേഷത്തിനെ എടുത്തുമാറ്റാം. അതേപോലെ അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ടെങ്കിലും, അറ്റാച്ച്മെന്റും ദ്വേഷത്തിനേക്കാളും ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. വെറുക്കുന്നവരെ നമ്മൾ പലപ്പോഴും മറന്ന് അകറ്റിക്കളയും. പക്ഷെ ഈ അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളെ വിട്ട് നമ്മൾ പിരിയില്ല, അവര് നമ്മളെ വിട്ട് പിരിയില്ല, അവരെ നമ്മൾ ഉപദ്രവിക്കും. പലപ്പോഴും ബന്ധുക്കളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ പരസ്പരം. നമുക്ക് മാത്രമല്ല, നമ്മൾ അതായത് ബന്ധുക്കൾ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആരോടെ അടുത്ത് അറ്റാച്ച്ഡ് ആണോ, നമ്മളുടെ അടുത്ത് ആർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോ, ഇവർ പരസ്പരം ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയുന്നേയില്ല. നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പലതിനും കാരണം ഈ അറ്റാച്ച്മെന്റാണ്. അറ്റാച്ച്മെന്റ് കാരണം എന്ത് തിന്നാൻ കൊടുക്കണം എന്നറിയാതെ കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് വ്യാധി ഉണ്ടെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിലും പായസം വെച്ചു കൊടുക്കും. സ്നേഹമാണ്, കഴിക്കുവോ, സ്നേഹം കൊണ്ട് തരികയല്ലേ എന്ന് പറയും. ഇത് തൊട്ട് തുടങ്ങി അനേക വിധത്തിലുള്ള ഉപദ്രവങ്ങൾ പരസ്പരം നമ്മൾ സ്നേഹം എന്നുള്ള പേരില്. ചെറിയ കുട്ടികൾ ചിലപ്പോൾ തലവേദന വരുമ്പോ വയറുവേദന എന്ന് പറയും. അതുപോലെ നമ്മൾ അറ്റാച്ച്മെന്റിനെ സ്നേഹം എന്ന് വിളിച്ച് പരസ്പരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു പ്രത്യേകത എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ അത്യധികം വിഷമമാണ്, അത്യധികം. അറ്റാച്ച്മെന്റ് വേറെ, സ്നേഹം വേറെ. സ്നേഹത്തിൽ ഹിതപ്രാമുഖ്യമായിരിക്കും. അറ്റാച്ച്മെന്റിൽ വെറും ഒരു ഇമോഷണൽ എക്സ്പ്രഷനാണ്. അത് ഒരു തരത്തിൽ ടോട്ടൽ സെൽഫിഷ്നെസ് ആണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അത് എനിക്ക് എന്തോ ഒരു സുഖം അവരിൽ നിന്ന് കിട്ടുന്നു, അത് കിട്ടാൻ വേണ്ടി അവരെ ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ അറ്റാച്ച്മെന്റും അവേർഷനും, പോസിറ്റീവ് ഇമോഷൻ ആൻഡ് നെഗറ്റീവ് ഇമോഷൻ, ഇതാണ് നമ്മളുടെ ജീവിതത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പതുക്കെ എടുത്തു കളഞ്ഞ് പരമശാന്തി അകമ ഉണ്ടാക്കിയ അത് തന്നെ ബ്രഹ്മസ്ഥിതി ജ്ഞാനം എന്നൊക്കെ പറയണത്. അതിനൊരു വഴിയാണ് ഭഗവാൻ പറഞ്ഞത്. സ്വർണം കൊണ്ട് വള, മാല, മോതിരം, അനേക വസ്തുക്കളുള്ള പോലെ സകല വസ്തുക്കളും സ്വർണം കൊണ്ട് വ്യാപിച്ചിരിക്കണ പോലെ അനേക നാമരൂപങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും ആ നാമരൂപങ്ങൾക്കൊക്കെ പുറകിൽ സത്യസ്വരൂപമായ ഒരേ ചിത്ത് പ്രകാശിക്കണു എന്ന് കാണുക. അങ്ങനെ കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രത്യേകതകളൊക്കെ വിട്ടുപോയി ശാന്തി ഉണ്ടാകും. വാസുദേവ മനനത്തിൽ ഒരു കഥയുണ്ട്. ഈ കഥയൊക്കെ പല സ്ഥലത്തും പറഞ്ഞ് എവിടെയാ റിപ്പീറ്റ് ചെയ്യണ എനിക്ക് തന്നെ അറിയില്ല. വാസുദേവ മനനത്തിൽ വരുന്ന ഒരു കഥയാണ്. ഒരു ഗൃഹസ്ഥൻ അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഭാര്യയും ഭർത്താവും കൂടെ സൗഖ്യമായിട്ട് ജീവിക്കുമ്പോ ഇവർക്ക് പെറ്റായിട്ട് കുട്ടികളില്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ പോയി ഒന്ന് പറ്റിക്കൂടും അല്ലെ. അവർ പറ്റിക്കൂടാൻ എന്താ അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു എരുമക്കുട്ടി അവർക്ക് കിട്ടി. ആ എരുമക്കുട്ടിയെ മകനെ പോലെ വളർത്തി. നോക്കണം, ലോകത്തില് നമ്മളിപ്പോ ഒരു നായക്ക്, വഴിയിൽ ഒരു നായിനെ കാണുന്നു, ആ നായ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നു, സ്നേഹത്തോടെ കരുണ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ അതിനെ എടുത്തിട്ട് ലാളിച്ച് നമ്മളുടെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കരുതുമ്പോ അത് സ്നേഹമല്ല, മറിച്ച് അറ്റാച്ച്മെന്റ് ആണ്. അവിടെ ഇതൊന്നും നമ്മളുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല പണ്ട്. സർവഭൂതങ്ങളോട് സമമായിട്ട് നമുക്ക് ഹിതം ചെയ്യാം.
ഹിതം ചെയ്യണതിന് അതിനിത് സുഖമൊന്നുമല്ലേ. നമ്മൾ വിചാരിക്കുക അതിന് നന്മ ചെയ്യുകയാണെന്നാണ്. അത് പാവം സുഖമായിട്ട് റോട്ടിൽ ഇറങ്ങി നടക്കണതിനെ പിടിച്ച് നമ്മളുടെ കിടക്കയിൽ കിടത്തി നമ്മൾ അതിന് അവസാനം എന്താവും? വളരെ വിചിത്രം. ഒരു വീട്ടിൽ ഞാൻ പോയി താമസിക്കുമ്പോ അവര് സ്നേഹം കൊണ്ട് ചെയ്ത ഒരു കഷ്ടകാലം എന്താന്ന് വെച്ചാൽ, പൂച്ചയ്ക്ക് പ്രസവിക്കാൻ വെറ്റിനറി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. പാവം അതിനിതൊന്നും ആവശ്യമില്ല, അത് സുഖമായിട്ട് പ്രസവിച്ചിട്ട് പോകും. 2-3 പ്രസവം കഴിഞ്ഞപ്പോ പൂച്ചയ്ക്ക് തനിയെ പ്രസവിക്കാൻ വയ്യാന്നായി. ഇപ്പോ ഡോക്ടറെ വേണമെന്നായി. ഇപ്പൊ എന്ത് ചെയ്തു? അറ്റാച്ച്മെന്റ് കാരണം ഇപ്പൊ എന്ത് ചെയ്തു? പൂച്ചയ്ക്ക് നല്ലത് ചെയ്യാണെന്നാണ് ഇവരുടെ വിചാരം. ആ പൂച്ചയ്ക്ക് ഇപ്പൊ മഹാ ഉപദ്രവമായി ഇവരുടെ അറ്റാച്ച്മെന്റ്. അതിനിപ്പോ തനിയെ പ്രസവിക്കാൻ വയ്യ, ആരെങ്കിലുമൊക്കെ വേണം. ഇതുപോലെയാണ് നമ്മളുടെ ഏർപ്പാടുകളൊക്കെ. അതേപോലെ ഈ ഗൃഹസ്ഥനും മക്കളില്ല എന്നും പറഞ്ഞ് ആ മക്കള് കൊണ്ട് കിട്ടണ ഒരു സുഖം കിട്ടണം, അതാണ്. അല്ലാതെ ഇപ്പൊ എരുമയെ സുഖിപ്പിക്കാനൊന്നുമല്ല. നമ്മൾ പലപ്പോഴും കുട്ടികളെ ചുംബിക്കണതൊക്കെ കുട്ടികളെ സുഖിപ്പിക്കാനാണോ? ആ കുട്ടി പാവം നെല്ലോളിക്കും. എന്നാലും വേണ്ടില്ല, മീശയും താടിയും ഒക്കെ അതിന്റെ മേലൊക്കെ കുത്തിയിട്ട് അതിനെ ചുംബിക്കുക. എന്തിനാ? അപ്പൊ എനിക്കൊരു സുഖം കിട്ടേണ്ടത് അതാണ്, അല്ലാതെ കുട്ടിയെ സന്തോഷിപ്പിച്ച് കളയാനൊന്നുമല്ല. അതുപോലെ ഇപ്പൊ ഈ ഗൃഹസ്ഥന് കുട്ടികളില്ല. അപ്പൊ ഒരു എരുമക്കുട്ടിയെ പിടിച്ചു. ആ എരുമക്കുട്ടി കുറച്ചു ദിവസം വളർന്നു. ആ കിടാവിനെ വളർത്തി കുറച്ചു കഴിഞ്ഞപ്പോ ഭാര്യയും മരിച്ചു. ഭാര്യയും മരിച്ചപ്പോ ഇദ്ദേഹത്തിന് ആകെപ്പാട് വിരക്തിയായി. എവിടെയെങ്കിലുമൊക്കെ ഒരു ആശ്രമത്തിൽ പോയി കൂടണമെന്നായി. ഈ എരുമക്കുട്ടിയെ ആർക്കോ കൊടുത്തു. കൊടുത്തിട്ട് സന്യാസാശ്രമത്തിലേക്ക് ഒരു ആശ്രമത്തിൽ പോയി. അവിടെ ചെന്ന് ആ ഗുരു കുറച്ചു ദിവസം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളുമൊക്കെ കേട്ടു. മനസ്സ് അടക്കാൻ വയ്യ, സമാധാനമില്ല. ഗുരുവിനോട് ചെന്ന് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും മന്ത്രോപദേശം തരൂ, എനിക്ക് ധ്യാനിക്കണം. അപ്പൊ ഗുരു ഇദ്ദേഹത്തിന് എന്തോ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഇദ്ദേഹം കുറച്ചു ദിവസം ധ്യാനം ചെയ്ത് നോക്കി. എത്ര ശ്രമിച്ചിട്ടും മനസ്സൊന്നും സമാധാനത്തിൽ നിൽക്കണില്ല. കുറെ കഴിഞ്ഞപ്പോ ഈ ഗുരുവിനോട് ചെന്ന് കരഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചാലും മനസ്സ് ചപലമാവുന്നു, അടങ്ങി നിൽക്കണില്ല. പിടിച്ചു നിർത്തിയാൽ ഈ ബാള് ചോട്ടിലേക്ക് അടിച്ചാൽ മേലേക്ക് ബൗൺസ് ആവണ പോലെ പൊന്തി വരുന്നു. ഒരു വിധത്തിലും പിടിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ ഗുരു പറഞ്ഞു, മനസ്സിനെ ബലമായി പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വൈരാഗ്യമുണ്ട് എന്ന് കരുതിയാണ് ഞാൻ മന്ത്രോപദേശം തന്നത്. ഇപ്പോ അങ്ങേക്ക് മനസ്സടങ്ങണില്ല എന്ന് കാണുമ്പോ തന്നെ ഒരു കാര്യം ഉറപ്പ്, വൈരാഗ്യം പോരാ. അപ്പൊ എന്തിനോടോ രാഗമുണ്ട്. അതെന്താണ്? പലപ്പോഴും കുഴപ്പം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തിനോടാണ് രാഗം എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അതാണ് അതിനേക്കാളും വിശേഷം. എവിടെയോ മനസ്സ് ചപലമാ, ശ്രദ്ധിച്ച് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആകുമോ ഉണ്ടെന്നല്ലാതെ എന്താന്ന് പോലും അറിയില്ല. അപ്പൊ ഈ ശിഷ്യനോട് ഗുരു പറഞ്ഞു, ശരി കുറച്ചു കാലം ശ്രദ്ധിക്കൂ. മനസ്സിങ്ങനെ ചപലമായിട്ട് ഓടുമ്പോ മന്ത്രം ജപിക്കുന്നതിൽ ശ്രദ്ധിക്കുക. ജപം ചെയ്യുമ്പോ തന്നെ ജാഗ്രതയോടുകൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, മനസ്സ് എന്തിനെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുന്നത് നോക്കുക. അപ്പൊ ഇടയ്ക്ക് ഭാര്യയെ കുറിച്ച് ചിന്തിക്കും, ഇടയ്ക്ക് പഴയ കാര്യങ്ങൾ ചിന്തിക്കും, പലതും. പക്ഷെ ഇദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞപ്പോ കണ്ടുപിടിച്ചു ഏറ്റവും അധികം ചിന്തിക്കുന്നത് ആ എരുമക്കുട്ടിയെ കുറിച്ചാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഭാര്യ മരിച്ചു, കുടുംബമൊക്കെ പോയി. ഇപ്പൊ ആ എരുമക്കിടാവിനെ എവിടെയോ ആക്കിയിട്ട് വന്നു. അത് മകനെ പോലെ സ്നേഹിച്ചതാണ്. ഇപ്പൊ എരുമ മനസ്സ് വിട്ടു പോണില്ല. ഇതാണ് ഇപ്പൊ ആ എരുമയാണ് ഇപ്പൊ മുമ്പില്. ഏകദേശം ജഡഭരതൻ ആ മാൻ മുമ്പിൽ വന്ന പോലെ ഇദ്ദേഹത്തിന് ഇപ്പൊ എരുമ. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇപ്പൊ പ്രശ്നം ഇതാണ്, എനിക്ക് മഹിഷ സാക്ഷാത്കാരം. ഇപ്പൊ എരുമയാണ് ഇപ്പൊ മുമ്പില്, എപ്പോഴും മുമ്പിൽ എരുമ ഇങ്ങനെ നിൽക്കണു, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഗുരു പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു നാമരൂപത്തിൽ പ്രിയമുണ്ടെങ്കിൽ ആ നാമരൂപത്തിനെ തന്നെ ബ്രഹ്മമായിട്ട് ഉപാസിക്കണം. അതാണ് എളുപ്പവഴി. അല്ലാതെ അതിനെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് തള്ളിയതുകൊണ്ട് അത് വിട്ടുപോകില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, കുറച്ചു കാലം നല്ലവണ്ണം ഈ എരുമയെ ചിന്തിക്കൂ എന്ന് പറഞ്ഞു. ഈ ടെക്നിക്ക് എഫക്റ്റീവ് ആവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ചെയ്ത് നോക്കാം. നല്ലവണ്ണം എരുമയെ ചിന്തിക്കൂ. അപ്പൊ ഇദ്ദേഹം കുറച്ചു കാലം എരുമയെ നല്ലവണ്ണം ചിന്തിച്ച് ഇപ്പൊ വിഷമമേ ഇല്ലല്ലോ. അറ്റാച്ച്മെന്റ് ഏതിലുണ്ടോ അതിനെ ചിന്തിക്കാൻ എന്താ വിഷമം? എരുമ മുമ്പിൽ നല്ലവണ്ണം തെളിഞ്ഞു. ഇനി പറഞ്ഞു കൊടുത്തു ഗുരു, എരുമ ഇപ്പൊ അങ്ങക്ക് എരുമയെ ചിന്തിക്കുമ്പോ എരുമ തോന്നണുണ്ടല്ലോ, ഈ എരുമ എന്താണ്?
എരുമയാണെങ്കിലും ശരി, മനുഷ്യനാണെങ്കിലും ശരി, സ്ത്രീയാണെങ്കിലും ശരി, ഒരു ചണ്ടാളനാണെങ്കിലും ശരി, ബ്രാഹ്മണനാണെങ്കിലും ശരി, ജ്ഞാനിയാണെങ്കിലും ശരി, ഒരു അജ്ഞാനിയാണെങ്കിലും ശരി, എല്ലാവർക്കും ഉള്ളത് എന്താ? ഒരു ശരീരം, ശരീരത്തിനകത്ത് ഒരു ചേതന. ആ ചേതനയോ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ശരീരമാകുന്ന ക്ഷേത്രത്തിലും ക്ഷേത്രജ്ഞനായിട്ട് ഒരേ ഭഗവാനാണ് ഉള്ളത്, ഒരേ ഈശ്വരനാണ് ഉള്ളത്. അപ്പൊ ഈ എരുമയുടെ ശരീരത്തിലും ഒരു ഭഗവാൻ ഉണ്ട്. ഇപ്പൊ എരുമ പ്രകാശിക്കുന്നുണ്ടല്ലോ, ഇനി ആ എരുമയുടെ കണ്ണിലൂടെയും എരുമയുടെ ശരീരത്തിലൂടെയും എക്സ്പ്രസ് ചെയ്യുന്ന ആ ആത്മാവിനെ പതുക്കെ 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 ഭാവന ചെയ്യുക. അയാൾ അങ്ങനെ പരിശീലിച്ചു. എരുമ എന്നുള്ള ആ നാമവും രൂപവും വിട്ടിട്ട് അതിനകത്ത് അസ്ഥി ഭാതി പ്രിയം, സത്ത് ചിത്ത് ആനന്ദം ആയിട്ടൊരു വസ്തുവുണ്ട്. അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ട്, ഭാതി എന്ന് വെച്ചാൽ അത് അറിയപ്പെടുന്നു, പ്രിയം എന്ന് വെച്ചാൽ അതിനൊരു പ്രിയം അകമേക്കുണ്ട്, ഞാൻ സുഖം ഉണ്ട് ജീവിക്കുന്നത്. ആ സുഖം ആത്മാവിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എരുമയുടെ നാമവും രൂപവും മാറ്റിയിട്ട് അതിനകത്തുള്ള അന്തരാത്മാവിനെ കണ്ട് ധ്യാനിച്ചാൽ എരുമ ആത്മസ്വരൂപമായി ഭഗവത് സ്വരൂപമായി പ്രകാശിക്കും. ഇങ്ങനെ പരിശീലിച്ചപ്പോ അദ്ദേഹത്തിന് ആ നാമരൂപം വിട്ട് ആത്മാ തെളിഞ്ഞു, ആത്മാനുഭവം തെളിഞ്ഞു പ്രകാശിച്ചു എന്നാണ് കഥ. ഏത് ഭൂതങ്ങളിലും ഏത് ചരാചരത്തിൽ കാണപ്പെടുന്ന എല്ലാ നാമരൂപങ്ങളിലും അകമേക്കുള്ളത് ചിത്താണ്. ഗുരുവായൂരപ്പനെ ഭട്ടതിരി പറഞ്ഞു ചിത് ഗർഭ രൂപം എന്ന്. ചിത്ത് ഗർഭിച്ച്, ഗർഭം എന്താ? ഗർഭം എന്ന് വെച്ചാൽ ഉള്ളിലുള്ളത്. ഗുരുവായൂരപ്പന്റെ രൂപം ഇങ്ങനെ കാണുന്നു. ആ രൂപം എന്താണ്? ചിത് ഗർഭരൂപം എന്നാണ്. ചിത്തിനെ ഗർഭത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന രൂപം. പുറമേക്ക് രൂപം, അകമേക്കോ ശുദ്ധമായ ചിത്ത്. സാന്ദ്ര ആനന്ദ അവബോധാത്മകം. വെറും ആനന്ദ അവബോധം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപമാണ്. പക്ഷെ ആനന്ദ അവബോധം സാന്ദ്രമായിരിക്കണു. സാന്ദ്രം എന്ന് വെച്ചാൽ കട്ടിപിടിച്ചിരിക്കുന്നു, ഘനീഭവിച്ചിരിക്കണു എന്നർത്ഥം. വെള്ളം ഐസാവണ പോലെ ബ്രഹ്മം ഒരു രൂപം ധരിച്ച് മുമ്പിൽ അങ്ങനെ നാമരൂപം ധരിച്ച് നിൽക്കണം. അത് ഗുരുവായൂരപ്പനിൽ ഭജിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ക്രമേണ പ്രപഞ്ചത്തിൽ കാണുന്ന സകല നാമരൂപങ്ങളും ഭഗവാന്റെ സ്വരൂപമാണെന്ന് കാണാനാണ്. സകല ചരാചരങ്ങളും ആ ഗുരുവായൂരപ്പന്റെ തന്നെ സ്വരൂപമാണ്, പരമേശ്വരന്റെ തന്നെ സ്വരൂപമാണെന്ന് കാണാൻ ഒക്കുമെങ്കിൽ സഹജ നിർവികൽപ്പ സമാധി എന്ന് ആ സ്ഥിതിക്ക് പേര്. അതായത് കുടുംബത്തിലും വ്യവഹാരത്തിലും പുറമേക്കും ഒക്കെ നമുക്ക് പ്രാരബ്ധത്തിനനുസരിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴും, ഇച്ഛയ്ക്കനുസരിച്ചല്ല പ്രാരബ്ധത്തിനനുസരിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴും സർവത്ര ശാന്തി, സമാധാനം, പൂർണ്ണത്വം. എന്തൊക്കെ തന്നെ വ്യവഹരിച്ചാലും എത്ര ആളുകളുമായിട്ടുള്ള ഡീലിങ്സ് വന്നാലും ആ വ്യവഹാരമൊന്നും അകമേ പറ്റിക്കൂടാതെ അടിഞ്ഞുകൂടാതെ അകമേക്ക് ശാന്തി മാത്രം. എന്താന്ന് വെച്ചാൽ വ്യവഹാരമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും തട്ടാൻ സ്വർണം കൊണ്ട് പണിയെടുക്കണ പോലെയാണ്. അയാൾ അനേക നാമരൂപങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത അയാളുടെ വ്യവഹാര പണിയാണ്. അയാൾക്ക് സ്വർണം മാത്രമേ കണ്ണിലുള്ളൂ, നാമരൂപങ്ങളില്ല. അതുപോലെ എന്തൊക്കെ വ്യവഹാരം ചെയ്താലും ആ വ്യവഹാരത്തിൽ ഒന്നിനോടുപോലും പറ്റിക്കൂടാതെ ഉള്ള സ്ഥിതി. അതാണ് ഭൂഷാവികാരാഹ കിമുസന്തി സത്യം വിനാ സുവർണം പൃഥകത്ര ലോകെ. സ്വർണത്തിനെ വിട്ട് നാമരൂപങ്ങൾ എവിടെയാ ഉള്ളത്? എവിടെ? നാമരൂപങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാതെ അതിന് അധിഷ്ഠാന സത്തയായിട്ടുള്ള വസ്തുവിന് പ്രാമുഖ്യം കൊടുത്താൽ മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകം ഏറ്റവും പ്രധാനമായ ശ്ലോകങ്ങളിൽ പെട്ട ഒരു ശ്ലോകമാണ്. സഹജ നിർവികൽപ്പസ്ഥിതി എന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ. അതിനെ ഭഗവാൻ അനുഭൂതി മണ്ഡലത്തിലേക്ക് കാണിച്ചു തരികയാണ് നമുക്ക്. ഏറ്റവും പ്രധാനമായ ശ്ലോകങ്ങളാണ്. ഒന്നാണത് തദ്യുഷ്മതോർ അസ്മതി സംപ്രതിഷ്ഠാം തസ്മിൻ വിനഷ്ടേ അസ്മതി മൂലബോധാത് തദ്യുഷ്മദ് അസ്മത് മതിവർജിതൈകാ സ്ഥിതിർജ്വലന്തി സഹജാത്മന സ്യാത് തദ്യുഷ്മതോർ അസ്മതി സംപ്രതിഷ്ഠ തസ്മിൻ വിനഷ്ടേ അസ്മതി മൂലബോധാത് തദ്യുഷ്മദ് അസ്മത് മതിവർജിതൈകാ സ്ഥിതിർജ്വലന്തി സഹജാത്മന സ്യാത്. തമിഴ്
കൂടുതൽ തെളിവുണ്ട്. തന്മയുണ്ടേൻ മുന്നിலை പടർக்கைകൾ தாமுளவாம். தன்மையின் உண்மையை தான் ஆய்ந்து தன்மை அறின் முன்னிலை படர்க்கை முடிவுற்று ஒன்றாய் ஒளிரும் தன்மையே தன்னிலைமை தான். தன்மை உண்டேன் முன்னிலை படர்க்கைகள் தாமுளவாம். തന്മൈ മുന്നിലൈ പടർക്കൈ. മലയാളത്തിൽ പറഞ്ഞാൽ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇംഗ്ലീഷിൽ. വ്യാകരണത്തിൽ നമ്മളുടെ അനുഭവ മണ്ഡലത്തിനെ മൂന്നായിട്ട് തിരിക്കാം വ്യാകരണം അനുസരിച്ച്. എന്താ നമ്മളുടെ അനുഭവ മണ്ഡലം? ഒന്ന് ഞാൻ, പിന്നെ നീ, പിന്നെ അവൻ. ഇതാണ് നമ്മളുടെ അനുഭവ മണ്ഡലം. ഇതില് ഞാൻ എന്നുള്ളതിനാണ് അസ്മത് ശബ്ദം. അസ്മത്, അഹം എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. സംസ്കൃതത്തിൽ മാത്രം ഇതിനൊരു അത്ഭുതമാണ് ഈ പേര്. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. പ്രഥമ പുരുഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ. ഇംഗ്ലീഷിലുള്ള ഫസ്റ്റ് പേഴ്സൺ ഇവിടെ മൂന്നാമത്തെ പുരുഷനാണ് സംസ്കൃതത്തില്. ഇംഗ്ലീഷില് ഫസ്റ്റ് പേഴ്സൺ, പ്രഥമ പുരുഷൻ. സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളതിന് സംസ്കൃതത്തിൽ പ്രഥമ പുരുഷൻ എന്നോ അല്ലെങ്കിൽ തൃതീയ പുരുഷൻ എന്നോ അല്ല, മറിച്ച് ഉത്തമ പുരുഷൻ എന്നാണ്. അതായത് ഞാൻ എന്നുള്ളതിന് വ്യാകരണത്തിൽ തന്നെ പേര് ഉത്തമ പുരുഷൻ എന്നാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, ഉത്തമ പുരുഷസ്തു അന്യഹ പരമാത്മേതി ഉദാഹൃത എന്ന് ഗീതയിൽ വ്യാഖ്യാനം നോക്കണം. ഈ ഉത്തമ പുരുഷൻ ഞാൻ എന്നുള്ള അനുഭവത്തിന് ആരാഞ്ഞു നോക്കിയാൽ അത് ജീവാഹന്തയല്ല, മറിച്ച് പരമാത്മസ്വരൂപമാണ് എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ട് വൈയാകരണന്മാർ തന്നെ ഉത്തമ പുരുഷൻ എന്ന് വെച്ചു. അഹം, ത്വം, സഹ ഓർ ഏഷ എന്തു വേണമെങ്കിൽ പറയും. അപ്പൊ ഞാൻ എന്നുള്ളത് അസ്മത് ശബ്ദം. ഇവിടെ ഭഗവാൻ ഇവിടെ പറയണത് ഞാൻ എന്നുള്ളത് ഇല്ലാതെ മറ്റുള്ളതൊന്നും അനുഭവപ്പെടില്ല. അഹങ്കാര ഞാനിനെ തന്നെ വെച്ചുകൊള്ളാം. ഉറക്കത്തിൽ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോ ആദ്യം ഉദിക്കുന്നത് ഞാൻ എന്നുള്ള ഒരു വികാരമാണ്. ആ വികാരം ഉദിച്ച ശേഷമാണ് മനസ്സ് പതുക്കെ വിരിഞ്ഞു പൊന്തണതും നമ്മൾ ലോകത്തിനെ കാണുന്നതും. ശരീരത്തിനെ കാണുന്നു, ലോകത്തിനെ കാണുന്നു. അതേപോലെ ഉറങ്ങുമ്പോഴും മനസ്സ് പതുക്കെ അകമേക്ക് കൂമ്പുന്നു. ഈ ഞാൻ എന്നുള്ള അഹങ്കാരവും അകമേക്ക് ചെന്ന് ലയിച്ചാൽ നമ്മൾ ഉറങ്ങി. നമ്മളുടെ ദൈനംദിന അനുഭവം, ഡെയിലി എക്സ്പീരിയൻസ് ആണ് ഉറക്കത്തില്. ഉറങ്ങി മനസ്സിങ്ങനെ ഒരു ചലിച്ച് അങ്ങനെ ഇളകി പൊന്തുമ്പോ ആദ്യം പൊന്തുന്ന വികാരമാണ് പ്രഥമ വികാരോ ഭവതി അഹങ്കാര. അഹം എന്നുള്ള എക്സ്പീരിയൻസ് ആസ് എ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ, സെപ്പറേറ്റ് എൻറ്റിറ്റി, ഒരു പ്രത്യേക വ്യക്തിത്വം ആയിട്ട് അഹങ്കൃതി ചലിച്ചു പൊന്തുന്നു. അത് പൊന്തിയ ശേഷമേ നീ അവൻ എന്നുള്ളതൊക്കെ പൊന്തുള്ളൂ. തദ്യുഷ്മതോരസ്മതി സംപ്രതിഷ്ഠ. നീ അവൻ എന്നുള്ളതൊക്കെ ഞാൻ എന്നുള്ളതിനെ ആശ്രയിച്ചു നിൽക്കുന്നു. നല്ലവണ്ണം നോക്കിക്കൊള്ളാം, നമ്മളുടെ അനുഭവ മണ്ഡലമാണത്. സ്വപ്നത്തിലും ഈ ഭേദം കാണും. സ്വപ്നത്തിലും സ്വപ്നം കാണുമ്പോ ഒരിടത്ത് നിന്ന് 4 പേരോട് വർത്തമാനം പറയണതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അതിൽ വർത്തമാനം പറയുന്ന ഒരു ഞാൻ, എന്റെ അടുത്ത് വർത്തമാനം പറയുന്ന ഒരു അടുത്ത വീട്ടുകാരൻ, എനിക്കറിയാത്ത വേറെ ഒരു വ്യക്തി, ഇതൊക്കെ പൊന്തി. ഒരു ഞാനില്ലാതെ വേറെ ഒന്നും കാണില്ല ആ സ്വപ്നത്തിൽ. ഇതൊക്കെ സ്വപ്നത്തിലുമുണ്ട്. ഞാനും മറ്റുള്ളവരും ഒക്കെ സ്വപ്നത്തിൽ ഭേദബുദ്ധികളൊക്കെ കാണുന്നു. എന്നിട്ട് ഈ ശരീരം മാത്രം ഞാൻ എന്നുള്ള അജ്ഞാനവും ബാക്കിയുള്ളതൊക്കെ വേറെ എന്നുള്ള അജ്ഞാനവും ഉണ്ടാവും സ്വപ്നത്തിൽ.
തസ്മിൻ വിനഷ്ടേ അസ്മതി മൂലബോധാത്. ഭഗവാൻ ഇവിടെ പറയണത് ഈ അസ്മത് ഞാൻ എന്നുള്ളതിന്റെ മൂലത്തിനെ അന്വേഷിച്ചു നോക്കിയാൽ, ഈ ഞാൻ എന്ന് തോന്നണുണ്ടല്ലോ ഇപ്പൊ വ്യവഹാരത്തില്, ആ ഞാൻ എന്നുള്ള വികാരം ഇല്ലാതെ ചിത്തത്തിൽ ഒരു വൃത്തിയും വന്നില്ല. എല്ലാ വൃത്തികളിലും അത് അഹങ്കാര ഗർഭിതമാണ്. അഹങ്കാരം ഗർഭത്തിൽ വെച്ചുകൊണ്ടാണ് സകല വൃത്തികളും നിൽക്കുന്നത്. എല്ലാ ഇമോഷൻസും. കണക്കില് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് അനന്തമായിട്ട് നമ്പേഴ്സ് ഉണ്ടെന്ന് തോന്നും. പക്ഷെ വാസ്തവത്തിൽ ഉത്തരം വളരെ എളുപ്പമാണ്. കണക്കിൽ ഒരേ ഒരു നമ്പറേ ഉള്ളൂ, ഒന്ന് തന്നെയാണ്. മറ്റൊരു ഒന്നിനെ കൂട്ടി രണ്ടായിട്ട് വരണത്, മറ്റൊരു ഒന്നിനെ കൂട്ടി മൂന്നായിട്ട് വരണു, എന്നിട്ട് അനന്തം പോലെ വേഷം കെട്ടി നിൽക്കണു. ഇതേപോലെ അഹങ്കാരം എന്നുള്ള ഒരേ ഒരു വികാരം കാമമായിട്ടും കോപമായിട്ടും അസൂയയായിട്ടും ദ്വേഷമായിട്ടും അറ്റാച്ച്മെന്റ് ആയിട്ടും പല വേഷം കെട്ടും. അതാണ് ഈ കള്ളം കണ്ടുപിടിച്ചാൽ ചുരുളഴിയും എന്നാണ്. ഇയാള് തന്നെ അനേക വേഷം കെട്ടുന്നു. അനേക വേഷം കെട്ടി മനസ്സിൽ അനേക ചിത്തവൃത്തികൾ ഉള്ള പോലെ ഒരു തോന്നൽ, അനേക അതുകൊണ്ട് നമുക്ക് പ്രശ്നം വലിയ പ്രശ്നമാണെന്ന് തോന്നിയാൽ നമ്മൾ പരിഹരിക്കുകയില്ലല്ലോ. അപ്പൊ മായ നമ്മളുടെ മുമ്പിൽ തീരാത്ത പ്രശ്നം ഉള്ള പോലെ തോന്നുക. പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം വളരെ വളരെ സിമ്പിളാണ്. ബൃഹത്തായ പ്രശ്നമുള്ള പോലെ തോന്നും, ഉത്തരം വളരെ സിമ്പിളാണ്. മനസ്സിൽ ധാരാളം ചിത്തവൃത്തികൾ ഉള്ള പോലെ തോന്നുന്നു, പക്ഷെ മഹർഷി പറയുന്നു ഒരു ചിത്തവൃത്തിയേ ഉള്ളൂ എന്നാണ്. ഒരു ചിത്തവൃത്തി തന്നെ അസംഖ്യം വേഷം കെട്ടിക്കൊണ്ടുവരികയാണ്. വൃത്തയസ്തു അഹം വൃത്തിമാശ്രിതാഹ വൃത്തയോ മനഃ വിദ്ധി അഹം മനഃ. ചിലപ്പോൾ വളരെ ഇനോർമസ് പ്രോബ്ലംസ് ഒക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വളരെ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും. അതേപോലെയാണ് ഈ മനസ്സിന്റെ പ്രോബ്ലം. മനസ്സിൽ അനേക ചിത്തവൃത്തികളും വികാരങ്ങളും ഉള്ള പോലെ തോന്നുന്നു. അന്വേഷിച്ചു നോക്കിയാൽ കഴിഞ്ഞൊടുക്കുന്ന വേഗത്തിൽ കാര്യം അവസാനിക്കേണ്ടതാണ്. കാരണം ഒരു വൃത്തിയേ ഉള്ളൂ. ആ ഒരൊറ്റ വൃത്തിയാണ് അഹങ്കാര വൃത്തി. ഇത് സ്വീകരിച്ചാലേ നമ്മളുടെ സാധന എളുപ്പമാവുള്ളൂ. അപ്പൊ ഭഗവാൻ ഇത് കാണിച്ചു തന്നിട്ട് പറയാണ്, യുഷ്മത് അസ്മത് ശബ്ദം, നീ അവൻ എന്നുള്ളതൊക്കെ തന്നെ ഞാൻ എന്നുള്ളതിനെ ആശ്രയിച്ചു നിൽക്കുന്നു. തസ്മിൻ വിനഷ്ട, ഈ ഞാൻ എന്നുള്ളത് നഷ്ടമായാൽ, നഷ്ടമാകുക എന്ന് വെച്ചാൽ എങ്ങനെ നഷ്ടമാകും? അസ്മതി മൂലബോധാത്, ഈ ഞാൻ എന്നുള്ളതിന്റെ മൂലത്തിനെ അന്വേഷിച്ചു നോക്കണം, മൂലത്തിനെ കുറിച്ച് ബോധവാനാകണം എന്നാണ് ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം. ആ മൂലാന്വേഷണത്തിനാണ് ഇവിടെ ആത്മവിചാരം എന്ന് പറയുന്നത്. ഈ ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കുന്നു, അതിന്റെ ചലനം എവിടെ ഉണ്ടാകുന്നു, അതിന്റെ മൂവ്മെന്റ്സ് അകമേക്ക് എങ്ങനെ ശ്രദ്ധിക്കുന്നു. അസ്മതി മൂലബോധാത്, തസ്മിൻ വിനഷ്ടേ അസ്മതി മൂലബോധാത്. ഞാൻ എന്നുള്ളത് ഉദിക്കുന്ന ഇടത്ത് അടങ്ങിക്കഴിഞ്ഞാൽ യുഷ്മത് അസ്മത് മതിവർജിത ഏകാസ്ഥിതി ജ്വലന്തി സഹജാത്മനസ്യാത്. സഹജ നിർവികൽപസ്വരൂപമായ ഒരു ആനന്ദസ്ഥിതി, യഥാർത്ഥ ധ്യാനസ്ഥിതി അകമേക്ക് പ്രകാശിക്കും. ധ്യാനത്തിലാണ് പ്രപഞ്ചമേ നിൽക്കുന്നത്. ധ്യായതീവ പൃഥിവി ധ്യായതീവ ഭൂഹു. ഉപനിഷത്ത് തന്നെ പറയുന്നു, പ്രപഞ്ചം മുഴുവൻ അല്പം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ എല്ലാം ധ്യാനിച്ചു നിൽക്കണമെന്നാണ്. ധ്യാനം നമ്മളുടെ അധിഷ്ഠാനമാണ്. ധ്യാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ധ്യാനത്തിനെ നമ്മൾ കണ്ടുപിടിക്കേ വേണ്ടു. ഈ ചിത്തവൃത്തികൾ ധ്യാനത്തിനെ വിരുദ്ധമായിട്ട് ഒരു തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചിത്തവൃത്തികളുടെ ഒക്കെ മൂലമായ ചിത്തവൃത്തി അഹംവൃത്തിയാണ്. അഹങ്കാര രൂപത്തിൽ അകമയ്ക്ക് ഇങ്ങനെ ഒരു ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അഹങ്കാര ചിത്തവൃത്തിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ. അതെവിടെ ഉദിക്കുന്നു അവിടെ ലയിക്കും. അതാണ് അതിന്റെ മൂലാന്വേഷണം. ഈ മൂലാന്വേഷണ വിദ്യയെ ഭഗവാൻ ഇനി വളരെ ആഴത്തിൽ ഇനി വരാൻ പോകുന്ന ചില ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നു. ഇവിടെ അതിന്റെ ഒരു സൂചന തരികയാണ്. അഹങ്കാരം ക്ഷയിച്ചാൽ പിന്നെ പ്രപഞ്ചമേ ഇല്ല. എല്ലാ പ്രപഞ്ചത്തിനും പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ വ്യക്തിബോധമാണ്, ജീവബോധം. പ്രത്യേക ഒരു ജീവനാണ് ഞാൻ എന്നുള്ള അഹങ്കാരം. ഈ അഹങ്കാരത്തിനെ അന്വേഷിക്കാതെ അതിനെ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ സാധന ചെയ്യുമ്പോൾ അത് തന്നെ പല വേഷം കെട്ടിക്കൊണ്ടുവന്ന് നമ്മളെ പറ്റിക്കും.
മഹർഷി ഇതിനൊരു ഉദാഹരണം പറയും. ആ ഉദാഹരണം വേറെ ഒരു വിധത്തിൽ പറയാൻ ഞാൻ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിലെ ഒരു പിടികിട്ടാപ്പുള്ളി, ആ പിടികിട്ടാപ്പുള്ളിയെ പിടിക്കാനായിട്ട് അവർ പലവട്ടം ശ്രമിച്ചു, അവർക്ക് പിടികിട്ടിയില്ല. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ പുള്ളിയെ പിടിക്കാൻ പറ്റിയില്ല. അവസാനം അവരെന്ത് ചെയ്തു? അത്ര വളരെ പ്രസിദ്ധമായ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയെ അതിന് നിയോഗിച്ചു. അതിലും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആളെ പിടിച്ച് ഈ പിടികിട്ടാപ്പുള്ളിയെ പിടിക്കാനായിട്ട്, ഈ കുറ്റവാളിയെ പിടിക്കാനായിട്ട് അവരെ അയച്ചു. ആ ഡിറ്റക്റ്റീവ് അപ്പപ്പോ ഇവർക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു ഈ കള്ളന്റെ മൂവ്മെന്റ്സ്. എന്നിട്ട് അവസാനം ഒരു ദിവസം അദ്ദേഹം ഇവരെ ഫോൺ വിളിച്ചു പറഞ്ഞു, ഞാൻ അവനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നിങ്ങൾ വരിക, പിടിച്ചുകൊണ്ടു പോവാം. പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോയി കോർട്ടില് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അയാളെ രക്ഷപ്പെട്ടുപോയി. ഇങ്ങനെ പലവട്ടം ഈ ഡിറ്റക്റ്റീവ് വിളിച്ചു പറയും, ഇവർ പിടിക്കാൻ പോവും, ഇവർക്ക് കേട്ടില്ല. ഇങ്ങനെ കുറേ കാലം പോയി. അയാൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവസാനം കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചു. ഈ ഡിറ്റക്റ്റീവും മരിച്ചു. മരിച്ച ശേഷമാണ് ഇവർക്ക് മനസ്സിലായത് അയാൾ തന്നെയാണ് ഈ പാർട്ടി. ഇവര് അന്വേഷിക്കുന്ന ഈ കുറ്റവാളി തന്നെ സ്വയം ഡിറ്റക്റ്റീവായി ഈ ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിന്നുകൊണ്ട് ഈ അന്വേഷിക്കുന്ന പോലീസ് കമ്പനിയുടെ കൂടെ സഹകരിക്കുന്ന പോലെ നിന്നുകൊണ്ട് കള്ളനെ പിടിക്കാൻ ശ്രമിച്ചു. പിടിക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും പിടികിട്ടുമോ അയാളെ? ഇതാണ് സാധകന്മാർക്കൊക്കെ പറ്റുന്ന അബദ്ധം എന്നാണ്. അതായത് സ്വയം അഹങ്കാരം തന്നെ വാസ്തവമല്ല, ഈ ജീവബോധം തന്നെ വാസ്തവമല്ല. അതാണ് ഭക്തിമാർഗത്തിൽ ഒരു വഴി. എന്താ? സദ്ഗുരുവിന്റെ സാന്നിധ്യത്തിൽ താൻ ഇല്ലാതാവും. അതുകൊണ്ടാണ് കൃപ കൊണ്ട് സാക്ഷാത്കാരം, കൃപ കൊണ്ട് സാക്ഷാത്കാരം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, കൃപ എന്താണ്? ഈ അഹങ്കാരത്തിന്റെ പ്രവർത്തനമല്ലാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഈ അഹങ്കാരം പ്രവർത്തിക്കുന്നിടത്തോളം എന്ത് ചെയ്യും? അതൊരു സാധകനായിട്ട് നിന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മളുടെ ഭക്തിയും സാധനയിലും ഒക്കെ ഈ അഹങ്കാരത്തിനെ നിലനിർത്താനുള്ള വാഞ്ചയായിരിക്കും. ഒരിക്കൽ ഒരു വയസ്സായ ഒരു മുത്തശ്ശൻ രമണ മഹർഷിയെ കാണാൻ വന്ന ആള് മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഒരു 100 വർഷം ജീവിച്ച് എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന്. ഭഗവാൻ ചിരിച്ചു. എന്നിട്ട് അയാൾ അങ്ങോട്ട് പോയ ശേഷം പറഞ്ഞു, അയാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്കൊക്കെ അയാൾ വലിയ ഭക്തനാണെന്ന് തോന്നും. പക്ഷെ ആ പ്രാർത്ഥനയിലുള്ള കള്ളം കണ്ടു. എന്താന്ന് വെച്ചാൽ അയാൾക്ക് ഇപ്പൊ തന്നെ 10-80 വയസ്സായിരിക്കണു. ഞാൻ ഇനിയൊരു 100 വർഷം ജീവിച്ച് അയാൾ കാണണമെങ്കിൽ അയാളും ജീവിക്കണം. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഗുരു 100 വർഷം ജീവിക്കണം എന്നുള്ളതൊന്നുമല്ല, ഞാൻ ഇരിക്കണം. ഇതാണ് പലപ്പോഴും ഭക്തിയിലും പലപ്പോഴും നമ്മളൊരു അപകടം ചെയ്യും. ഭഗവാൻ അങ്ങനെ നിൽക്കണം, ഞാനും നിൽക്കണം, രണ്ടും നിൽക്കണം എന്നാണ്. ഈ അഹങ്കാരത്തിനെ നിലനിർത്താനുള്ള വാഞ്ച, അത് യഥാർത്ഥ ഭക്തിയല്ല. അഹങ്കാരത്തിന്റെ നിശേഷ ശമനം. ഭഗവാന് നമ്മൾ സ്വയം തദന്നീഭവനം തദീക്ഷ. ഭഗവാൻ അന്നമായിട്ട് തീരുന്നു എന്നാണ്, ഇല്ലാതാവൽ. താനില്ലാതായിത്തീരൽ, തന്നെ ഇഴക്കുക, തന്നെ ഇല്ലാതാക്കുക. തന്നിഴപ്പ് എന്ന് തമിഴിൽ ഇതിന് ശൈവസിദ്ധാന്തികൾ പറയും. തന്നെ ഇല്ലാതാക്കുക ഭഗവാന്റെ സാന്നിധ്യത്ത്. അഹങ്കാരക്ഷയം. അങ്ങനെ വ്യക്തിബോധം ഇല്ലാതായാൽ, ജീവബോധം, ജീവഭാവം ഇല്ലാതായാൽ പ്രപഞ്ചം വാസ്തവമാണെന്നുള്ള ഭ്രമയും പോയി പോകും, മനസ്സിന്റെ ചാപല്യവും നിന്നുപോകും. വ്യവഹാരത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ സർവാത്മഭാവം, ശാന്തി, എല്ലാ ശാന്തിയും വഞ്ചിക്കുന്നത് ഈ വ്യക്തിബോധമാണ്. ഈ വ്യക്തിബോധം നിന്നുകൊണ്ടാണ് രാഗദ്വേഷത്തോടുകൂടെ ലോകത്തിൽ ബന്ധപ്പെടുന്നത്. രാഗദ്വേഷത്തോടുകൂടെ ലോകത്തിൽ ബന്ധപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, രാഗദ്വേഷമാണ് ദുഃഖത്തിന് കാരണം. രാഗദ്വേഷം മാറ്റാൻ ഒരു വഴിയായിട്ട് നമ്മൾ സർവം ബ്രഹ്മമയമായി കാണണം എന്ന് പറഞ്ഞു. അതിന്റെ യഥാർത്ഥത്തിൽ ഭഗവാൻ കാണിക്കുന്ന വഴി എന്താന്ന് വെച്ചാൽ, രാഗദ്വേഷത്തിന്റെ മൂലം അഹങ്കാരമാണ്. അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിച്ചാൽ അത് മൂലത്തിൽ അസ്തമിക്കും. അസ്തമിച്ചാൽ ആത്മാവേ ഉള്ളൂ. അകമേക്ക് ശാന്തി വന്നാൽ പുറമേക്ക് മുഴുവൻ ശാന്തി ഉണ്ടാവും. അകമേക്ക് ശാന്തി വരാതെ പുറമേക്ക് ലോകത്തിൽ ശാന്തിയൊന്നും കൊണ്ടുവരുത്താൻ പറ്റില്ല. ആളുകളിപ്പോ ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ലോകസമാധാനത്തിന് പ്രവർത്തിച്ച് സമാധാനം ഇല്ലാതാവും. എങ്ങനെ സമാധാനം? ആദ്യം ഈ
സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് സമാധാനം വേണ്ടേ? സ്വയം അശാന്തനാണെങ്കിൽ അമാവാസ ദിവസം രാത്രി, ആ രാത്രിയുടെ അധിഷ്ഠാന ദേവത പറയാണ്, ഞാൻ നാട്ടിൽ മുഴുവൻ വിളക്ക് കൊളുത്തി പ്രകാശിപ്പിക്കാൻ പോകുന്നു. സാധിക്കുമോ? ഈ ഇരുട്ടിനെ എന്തെങ്കിലും സൂര്യനെ കാണാൻ ഒക്കുവോ? അല്ല, സൂര്യന് തന്നെ ഇരുട്ടിനെ കാണാൻ ഒക്കുവോ? സൂര്യൻ അതുപോലെ ആത്മാവിന് അജ്ഞാനമില്ലേ ഇല്ല, അജ്ഞാന സാന്നിധ്യമേ ഇല്ല. ആ ആത്മവസ്തുവിനെ അകമേക്ക് തെളിച്ച് അറിഞ്ഞാൽ ഇവിടെ അജ്ഞാനത്തിന്റെ ബാധ കൂടാതെ ഇരിക്കാൻ കഴിയും. അശാന്തി എന്നുള്ളത് സ്വരൂപത്തിൽ ലവലേശമില്ല. ശാന്തിയാണ് സ്വരൂപ ലക്ഷണം തന്നെ. അപ്പൊ ഇത് പറഞ്ഞാണ് ഭഗവാൻ ഇവിടെ തദ്യുഷ്മതോർ അസ്മതി സംപ്രതിഷ്ഠ തസ്മിൻ വിനഷ്ടേ അസ്മതി മൂലബോധാത് തദ്യുഷ്മത് അസ്മത് മതിവർജിതൈകാ സ്ഥിതിർജ്വലന്തി സഹജാത്മനസ്യാത്. ഞാൻ എന്നുള്ളതിന്റെ മൂലാന്വേഷണം, ഞാൻ എന്ന് സദാ ചലിക്കുന്നത് എന്താണ്? നമ്മളുടെ ശ്രദ്ധ അവിടെ വേണം, സാധന അവിടെയാണ്. വ്യവഹാര പ്രപഞ്ചത്തിൽ വ്യവഹരിച്ചുകൊണ്ട് ഇരിക്കുമ്പോ തന്നെ ശ്രദ്ധയെ അസ്മത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. ഭഗവാന്റെ മാർഗം അതാണ്. ഞാൻ എന്താണ്? ഈ ഞാൻ ആരാണ്? എല്ലാ വ്യവഹാരം നടക്കുമ്പോഴും നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഒരശൽ ഏർപ്പെടുമ്പോ, ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിധത്തിലൊരു ഫ്രിക്ഷൻ, ഒരു ഷണ്ട ഏർപ്പെടുമ്പോ ശ്രദ്ധിക്കുക, നമ്മളുടെ ഉള്ളിൽ ഈ പ്രഥമ വികാരം ചലിക്കുന്നുണ്ടാവും. എന്നെ അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുവോ? ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ ചലനം ഏർപ്പെടുമ്പോ ഈ ഞാൻ എന്നുള്ള ഈ മൂവ്മെന്റ്, ഈ സ്പന്ദനം, അതൊരു സ്പന്ദനമാണ്. മനസ്സ് എന്ന് പറയുന്നത് തന്നെ സ്പന്ദനമാണ്. സ്പന്ദനമാണ് മനസ്സ്. അതാണ് നമ്മൾ ഈ മന്ത്രജപമൊക്കെ ഉപയോഗിക്കുന്നത്. ഒരേ മന്ത്രത്തിനെ അകമയ്ക്ക് സ്പന്ദിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ക്രമേണ ആ സ്പന്ദനം രൂപത്തിൽ മനസ്സ് പരിണമിച്ച് ആ സ്പന്ദനം നിൽക്കുമ്പോ മനസ്സ് നിൽക്കും. മനസ്സ് തന്നെ സ്പന്ദനമാണ്. അതിന് മൂലസ്പന്ദനം, പ്രഥമസ്പന്ദനമാണ് ഞാൻ എന്നുള്ള സ്പന്ദനം. പ്രഥമ അഹങ്കാര രൂപത്തിലുള്ള ചലന സ്പന്ദനം. അപ്പൊ ആ സ്പന്ദനത്തിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ സ്പന്ദനം നിശ്ചലമായിട്ടുള്ള അധിഷ്ഠാനത്തിൽ സ്വയമേവ ഒടുങ്ങും. ഒടുക്കേണ്ട ആവശ്യമില്ല, അത് ശ്രദ്ധിച്ചാ ഒടുങ്ങും. ശ്രദ്ധ എന്നുള്ളത് സ്വരൂപത്തിന്റെ കൃപാശക്തിയാണ്. ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഞാൻ എന്നുള്ള സ്പന്ദനം, അത് ശ്രദ്ധിക്കാൻ നമുക്ക് സാധാരണ അവസ്ഥയിൽ പലപ്പോഴും സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈനംദിന ജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ ഒരു ഒരശൽ ഏർപ്പെടുമ്പോ, ദേഷ്യം വരുമ്പോ, കാമം വരുമ്പോ, അസൂയ വരുമ്പോ, ദ്വേഷം വരുമ്പോ, അപ്പോഴൊക്കെ നമുക്ക് കാണാം നമ്മളുടെ ഹോൾ അറ്റൻഷൻ വിൽ ബി സെന്റേർഡ് ഓൺ ദിസ് സെന്റർ, ദിസ് പേഴ്സണാലിറ്റി, പ്രഥമ വികാരം, ഇൻഡിവിജ്വാലിറ്റി, ഈഗോ, അഹങ്കാരം. അതിന്റെ ചലനത്തിൽ കേന്ദ്രമായിട്ട് നിൽക്കും. ആ സെന്ററിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതെവിടെ ഉദിക്കണു, ഞാൻ എന്ന് അകമയ്ക്കുള്ള ഈ ചലനത്തിനെ ഹൃദയം കൊണ്ട് ജപിച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ അത് ഉദിക്കുന്ന സ്ഥാനത്ത് ഒടുങ്ങും. അവിടെ അഹങ്കാരം ലയിക്കുമ്പോൾ ഒരു ക്ഷണനേരത്തേക്കെങ്കിലും ഈ ആത്മവിചാരം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തീർന്നാൽ, ഈ അഹങ്കാരം ഉദിക്കുന്ന സ്ഥലത്ത് ലയിക്കുമ്പോ അവിടെ മറ്റൊന്ന് താനായിട്ട് പ്രകാശിക്കും. അത് അഹങ്കാരമല്ല. അഹമയം കുതോ ഭവതി ചിന്വതഃ ഐപതത്യഹം നിജവിചാരണം അഹമി നാശഭാജി അഹമഹം തയാ സ്ഫുരതി ഹൃത് സ്വയം പരമപൂർണ സത്. അത് അഹമിനാശഭാജി, അഹങ്കാരം അകമയ്ക്ക് നശിക്കുമ്പോ സ്ഫുരതി ഹൃത് സ്വയം, സ്വയമേവ ഹൃത്ത് പ്രകാശിക്കും. അത് അഹങ്കൃതിയല്ല, പരമപൂർണ സത് എന്നാണ്. പരമപൂർണമായ സദ്വസ്തു, അഖണ്ഡബോധവസ്തു, സച്ചിദാനന്ദമയമായ വസ്തു അകമയ്ക്ക് ജ്വലിക്കും. അത് തന്നെ നമ്മളുടെ സ്വസ്വരൂപം, അത് തന്നെ സാക്ഷാത്കാരം, അത് തന്നെ ശിവസ്വരൂപം, അത് തന്നെ ഭഗവത് സ്വരൂപം. ഈ തത്വം വീണ്ടും വീണ്ടും ബോധിപ്പിക്കുകയാണ് സദ്ദർശനത്തില്. അടുത്ത ശ്ലോകം നമ്മൾ നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.